കാണാൻ പറ്റുമോ? എനിക്ക് കാണിച്ചോ? നമ്മൾ ഇവിടുന്ന് ലിങ്ക് കൊടുക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കില്ല അവിടുന്ന് ഇല്ല. CDS അല്ല അവിടെ അല്ല, നിങ്ങൾ റെഡി ആവുമ്പോ പറഞ്ഞാ മതിയേ. പറഞ്ഞാ മതി കേട്ടോ. ശരി.
നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സെഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഓഫ്ലൈനിൽ കേൾക്കണവർക്ക് ഇത് കേൾക്കാം. കാണാമോ? Can you see me? യെസ്, കാണാം. ക്ലിയർ. ഞാൻ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. പക്ഷെ എനിക്ക് ആദ്യമേ പറയണം, ഞാൻ ശരിക്കും തിങ്കിങ് ഓൺ മൈ ഫീറ്റ് ഹിയർ. ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് താല്പര്യം ഉണ്ടാവുക എന്നറിയില്ല. ബിക്കോസ് ഐ എം ഗോയിങ് ടു ലുക്ക് അറ്റ് ഇറ്റ് ആസ് എ ഹിസ്റ്റോറിയൻ. അത് ഈ കേരളത്തിൽ നമ്മൾ കെയർ എന്ന് വിളിക്കുന്ന ആ സെറ്റ് ഓഫ് പ്രാക്ടീസസിന്റെ ചരിത്രം എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് തീംസ് ആണ് എനിക്കിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത്. അത് വർത്ത് വൈൽ ആണെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഞാൻ ഈ വർക്ക്ഷോപ്പിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് എനിക്ക് ഐ എം നോട്ട് ഷുവർ ഇഫ് ഇറ്റ് വുഡ് ബി റെലവെന്റ് there. What do you think? Yes, Is it yes, okay? please go ahead. All right. അപ്പോ ഞാൻ ശരിക്കും ഒന്ന് ഈ കെയറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ചരിത്രം അറ്റംപ്റ്റ് ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം, നമ്മളിപ്പോ പൊതുവേ നമ്മുടെ ഈ സോഷ്യൽ സയൻസ് ഡിസ്കോഴ്സസിലൊക്കെ തന്നെ നമ്മളുടെ ഒരു ഫോക്കസ് കെയർ, ലേബർ എന്നുള്ള രൂപത്തിൽ, അധ്വാനം എന്നുള്ള രൂപത്തിൽ നമ്മൾ പരിചരണത്തെ കാണുന്ന ആ ഒരു രീതിയാണ്. അപ്പൊ പരിചരണവും അധ്വാനവും ഒന്നായിട്ട് തന്നെ. പരിചരണം അധ്വാനമാകുമ്പോൾ അതിന്റെ കോൺസിക്വൻസസ് എന്താണ്? സാമൂഹ്യ തീർത്തും തുല്യതയില്ലാത്ത ഒരു സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഈ കെയർ വിപണിയിൽ നമുക്ക് വാങ്ങാവുന്ന ഒരു വസ്തുവായിട്ട് മാറുമ്പോൾ എന്താണ് അതിന്റെ അനന്തരഫലങ്ങൾ എന്നൊക്കെ അന്വേഷിക്കുന്ന തരത്തിലുള്ള പഠനങ്ങളാണ് ഒരുപാട് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറെ കൂടെ ഫണ്ടമെന്റലായ രീതിയിൽ ഈ കെയർ എന്ന ആ പ്രാക്ടീസ് ഉണ്ടല്ലോ, അതായത് മനുഷ്യരെ തമ്മിൽ ഒരു പ്രത്യേക തരം ഒരു ബോണ്ട് ഉണ്ടാക്കുന്ന ഈ സോഷ്യൽ ബോണ്ട് എന്ന് പറയുന്ന സാധനത്തിന് വളരെ അടിസ്ഥാനപരമായ പ്രയോഗങ്ങളാണ് പരിചരണത്തിൻ്റെത്, കെയറിൻ്റെത്. പരിചരണം എന്നുള്ള വാക്ക് തന്നെ മതിയോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പൊ ഈ കെയർ എന്നുള്ള ആ പരസ്പരം കെയർ ചെയ്യുക എന്നുള്ള ആ പ്രാക്ടീസ്, അതിന്റെ അത്തരം പ്രാക്ടീസസ് നമ്മൾ ഈ വിപണിയുടെ ചട്ടക്കൂടിന് പുറത്തു തന്നെ നമ്മൾ പരിശോധിക്കണം. ഈ ചരിത്രപരമായ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം തിങ്കിങ് ഓൺ മൈ ഫീറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ തോന്നണത് എന്നുള്ളത് എനിക്ക് വളരെ വിലപ്പെട്ടതായിരിക്കും. കാരണം ഞാൻ ഒന്നും ക്രിസ്റ്റലൈസ് ചെയ്ത ചിന്തകളല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കെയറിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ഈ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടോ അതിലധികമോ മനുഷ്യ ശരീരങ്ങൾ തമ്മിലുള്ള പ്രോക്സിമിറ്റി ആവശ്യപ്പെടുന്ന, നേരിട്ടുള്ളതോ ഒന്നെങ്കിൽ പ്രോക്സിമിറ്റി അല്ലെങ്കിൽ ശരിക്കും നേരിട്ട് സ്പർശം ആവശ്യപ്പെടുന്ന പ്രയോഗങ്ങളെയാണ്. അപ്പൊ ഇന്ന് അതിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു തീമാകാം, അത് ഞാൻ പറയാം പിന്നീട്. അപ്പൊ ഇതില് കെയർ പെയ്ഡ് ആവാം, അൺപെയ്ഡ് ആവും. ഇങ്ങനെ നമ്മൾ കെയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാർക്കറ്റുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു പ്രക്രിയയും ആകാം. പ്രക്രിയയല്ല, ഒരു പ്രയോഗങ്ങളാകാം. പിന്നെ എല്ലാത്തരം സ്പേസിലും, അത് വളരെ നമ്മൾ ഡൊമസ്റ്റിക് എന്ന് പറയുന്ന സ്പേസിലാകാം, ഡൊമസ്റ്റിക് അല്ലാത്ത ഇടങ്ങളിലാകാം, വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള, വളരെ സ്വകാര്യമായ. ഈ ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ അവിടെ ഭരണകൂടത്തിന്റെ നോട്ടം കടക്കുന്ന ഇടമാണ്.
ഗാർഹിക ഇടമാണല്ലോ. ഈ ഗാർഹിക ഇടത്തിൽ നിന്ന് വേർതിരിച്ച് തന്നെ സ്വകാര്യ ഇടത്തെ കാണണം എന്ന് ഞാൻ കുറെ കാലം കൊണ്ട് പറയുന്ന ഒരു കാര്യം. സ്വകാര്യത എന്ന് പറയുന്നത് ഗാർഹികതയല്ലല്ലോ. അപ്പൊ ഈ ഗാർഹികതയുടെ അല്ലാത്ത ഇടങ്ങളിലും ഗാർഹികതയുടെ ഇടങ്ങളിലും കെയർ ആവാം. അപ്പൊ ഗാർഹികതയ്ക്ക് പുറത്ത് ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള നോട്ടമുള്ള പൊതു ഇടങ്ങളിൽ നമ്മൾ പൊതുവായി പങ്കുവയ്ക്കുന്ന ഇടങ്ങളിലും ഈ പറയുന്ന പോലെ കെയർ ആകാം. അതില് ഒരു എന്താ പറയാ വൈകാരികമല്ലെന്നല്ല പറയുന്നത്. അതിന്റെ വൈകാരികത പലപ്പോഴും ശാരീരികമായ പ്രോക്സിമിറ്റിയിലൂടെയോ അല്ലെങ്കിൽ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങളെ സംബന്ധിച്ച് രണ്ടുപേര് തമ്മിലുള്ള ഒരു വിനിമയം നടക്കുമ്പോഴോ ഒക്കെയാണ് ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. അത് എനിക്ക് തോന്നുന്നത് ആ പ്രോക്സിമിറ്റി എത്രത്തോളം കുറയുന്നു അത്രത്തോളം ഈ കെയറിന്റെ ഒരു എഫിക്കസി, ഈ ഇത്തരം പ്രയോഗങ്ങൾ കൊണ്ടുള്ള പ്രയോജനവും കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ കൗൺസിലിങ്ങിനെയൊക്കെ പറ്റി പറയുമ്പോഴേ നമ്മള് കൗൺസിലിംഗ് ഒരു ഫോം ഓഫ് കെയർ ആണ്. പക്ഷെ ഈ ഓൺലൈൻ കൗൺസിലിംഗ് അത്രയും ഇഫക്റ്റീവ് അല്ല എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ ചിലപ്പോൾ ഇതായിരിക്കാം. ഈ എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളാണ് കുറച്ചും കൂടി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയുന്നത്. ടെലിമെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സിനെ നമ്മൾ ഓൺലൈൻ മീറ്റ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതൊക്കെ എത്രത്തോളം കെയർ അല്ലെന്നല്ല, പക്ഷെ അതിലെ ആ കെയറിന്റെ എഫിക്കസിക്ക് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതാണ് ഒരു കാര്യം. പിന്നെ ഒരു കാര്യം, ഈ കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, അത് എത്രത്തോളം ശരീരത്തിന്റെ പ്രോക്സിമിറ്റി ആവശ്യപ്പെടുന്നോ, ശരീരങ്ങൾ തമ്മിലുള്ള പ്രോക്സിമിറ്റി ആവശ്യപ്പെടുന്നോ, അത്രത്തോളം അതില് സ്റ്റിഗ്മ വരാനും സാധ്യതയുണ്ട്. അത് സ്റ്റിഗ്മറ്റൈസ്ഡ് ആവാനും സാധ്യതയുണ്ട്. അപ്പോ ഈ പ്രത്യേകിച്ച് ഡിസ്കസ് എന്ന് പറയുന്ന അറപ്പെന്ന് പറയുന്ന ആ ഒരു റിയാക്ഷൻ ഇവോക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഈ അറപ്പ് സാമൂഹ്യമായ അറപ്പാകാം, ശാരീരികമായ അറപ്പാകാം. എന്തായാലും ഈ ഒരു ബൗണ്ടറീസ്, അതായത് സാമൂഹികമായ അതിർവരമ്പുകളാകട്ടെ ശരീരത്തിന്റെ അതിർവരമ്പുകളാകട്ടെ, ഇത് മറികടക്കപ്പെട്ടു അല്ലെങ്കിൽ മുറിച്ചു കടക്കപ്പെട്ടു, വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന തോന്നലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിസറലായ റിയാക്ഷൻ ആണല്ലോ നമ്മൾ ഈ ഡിസ്കസ്റ്റ് എന്ന് പറയുന്നത്. ഡിസ്കസ്റ്റ് എന്ന് പറയുന്നതിനോട് അതിന് വളരെ സാധ്യതയാണ്. അപ്പോൾ ഒരു അർത്ഥത്തിൽ ഇപ്പൊ ഈ ക്രിസ്തവയൊക്കെ പറയുന്ന പോലെയാണ്, ഒരർത്ഥത്തിൽ വളരെ വളരെ ആവശ്യമായ ഒരു പ്രക്രിയയാണ്. നമ്മുടെ നമ്മുടെയൊക്കെ വ്യക്തിത്വങ്ങളുടെയും ശരീരങ്ങളുടെയും ഒക്കെ അതിർവരമ്പുകളിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് കെയർ. അത് വളരെ ആവശ്യവുമാണ്. ജീവൻ നിലനിർത്താനും തന്നെ വളരെ ആവശ്യമാണ്. സാമൂഹ്യ ബന്ധങ്ങൾ നിലനിർത്താനും വളരെ ആവശ്യമാണ്. പക്ഷെ അതേസമയം ഈ പറഞ്ഞ പോലെ സസ്പിഷൻ, റിജക്ഷനും രണ്ടും വളരെ കാര്യമാണ്. ഈ സ്റ്റിഗ്മ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള അതിനുള്ള സാധ്യത ഉണ്ടാക്കുന്ന ഇതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കെയർ വിപണിയിലെത്തുമ്പോൾ അതിന് വിലയിടിയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സ്റ്റിഗ്മ അതിലിങ്ങനെ തങ്ങി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമുക്കറിയുന്ന കാര്യമാണ്, വേറെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ആമുഖമായിട്ട് പറയുന്നേ ഉള്ളൂ. ഞാൻ അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കാനായിട്ട്. പിന്നെ നമുക്കറിയാം കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി, ഈ കെയർ എപ്പോഴും നടക്കുന്നത് അധികാര ബന്ധങ്ങൾക്കുള്ളിലാണ്. അത് സമൂഹത്തിൽ തന്നെ സ്വയം കെട്ടിപ്പടുത്തിരിക്കുന്നത്, കെട്ടിപ്പടുക്കൽ അധികാര ബന്ധങ്ങളിലൂടെ ആയതുകൊണ്ട് തന്നെ ഈ കെയറിന്റെ ബന്ധങ്ങൾ, കെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാമൂഹ്യ ബന്ധങ്ങൾക്കും ഇത് ബാധകമാണ്. അപ്പൊ എപ്പോഴും ഈ കെയർ കിട്ടുന്നയാളും കെയർ കൊടുക്കുന്നയാളും ഒരേ നിലയിലാവണമെന്നേ ഇല്ല. ഒരേ നിലയിലാവാം, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ കാണുന്നത് ഒരേ നിലയിലാകാത്ത ഒരുപാട് ഈ കെയർ സംബന്ധമായ ബന്ധങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഇതൊക്കെ ഒരു അസമത്വമുണ്ട് ഈ ബന്ധങ്ങളിൽ. രണ്ട് നിലയിൽ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥകളുണ്ട്. അപ്പം ഇതൊക്കെ കണക്കാക്കിക്കൊണ്ട് വേണം ഈ കെയറിന്റെ ഒരു ചരിത്രം. ഞാനത് നോക്കാൻ ശ്രമിക്കുന്നത് കെയർ, ലിംഗഭേദം, ജാതി, ഈ മൂന്നും തമ്മിലുള്ള ബന്ധങ്ങളെ
ഫോക്കസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചരിത്രരചനയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോ ഈ ബൗണ്ടറി വയലേഷൻസ്, അപ്പൊ ഈ പറഞ്ഞ ഈ കെയറിനെ സംബന്ധിച്ച് പഠിക്കാനുള്ള പ്രയാസം ഒരു പ്രധാന കാര്യം ഈ ബൗണ്ടറി വയലേഷൻസ് ഈ പറയുന്ന പോലെ അധികാര ബന്ധങ്ങൾ കൂടിയാകാം. എന്നാൽ ഈ ബൗണ്ടറീസിനെ നമ്മൾ റിലാക്സ് ചെയ്യുമ്പോഴാണ് കെയർ സാധ്യമാവുന്നതെങ്കിൽ പലപ്പോഴും ബൗണ്ടറി വയലേഷൻസ് ക്യാൻ ഫീൽ ലൈക്ക് കെയർ. ഇത് നമ്മൾ ഈ കുട്ടികളെ ഗ്രൂം ചെയ്ത്, നമ്മളിപ്പം ഈ ഇന്റർനെറ്റിൽ കൂടെയൊക്കെ കുട്ടികളെ ഗ്രൂം ചെയ്തിട്ട് അവരെ ലൈംഗികമായിട്ടൊക്കെ മുതലെടുക്കുന്ന മനുഷ്യർ പലപ്പോഴും ചെയ്യുന്ന ഒരു തന്ത്രമാണത്. ഈ ബൗണ്ടറി റിലാക്സ് ചെയ്യാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുകയും അവരുടെ അങ്ങനെ ആ റിലാക്സ്ഡ് ആയിട്ടുള്ള ബൗണ്ടറീസിലൂടെ കടന്നു കയറി വയലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. കുട്ടികൾക്ക് അത് തോന്നൂല തുടക്കത്തിൽ, ഇൻഫാക്ട് അവസാനം വരെയും തോന്നില്ല. ഞാൻ ഈ സെക്ഷൽ വയലൻസിന് ഇരയായ പല കുട്ടികളും they don't feel, they think it was care, they thought it was care. ഒരു പ്രായം കഴിഞ്ഞ് പിന്നീട് അധികാരബന്ധം വളരെ മൂർത്തമായ രീതിയിൽ പുറത്തു വരുമ്പോഴാണ് അവരത് അറിയുന്നത് അത് കെയർ അല്ലായിരുന്നു എന്നുള്ളത്. അതൊരു 8 വയസ്സിലൊക്കെ ഗ്രൂംഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഉപയോഗിക്കപ്പെട്ട കുട്ടികൾ. അവരൊരു 13 വയസ്സൊക്കെ ആവുമ്പോൾ, അതായത് ഒരു ടീനേജറൊക്കെ ആവുമ്പോൾ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്ന സമയത്താണ് അവർ മനസ്സിലാവുന്നത് ഇതങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ടാണ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ക്യാൻ ഡിസ്ഗൈസ് ഇറ്റ് സെൽഫ് ആസ് കെയർ. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ വളരെ പവർഫുൾ ആയിട്ടുള്ള പാർട്ടി, ഈ ഒരു ബന്ധത്തിൽ ഒരു പവർഫുൾ പാർട്ടി can disguise themselves as caregivers and or receive care from less powerful parties. ഈ കൺസെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ചർച്ചയിലെല്ലാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ കെയറിനെ ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചരിത്രം, നമുക്ക് ഇങ്ങനത്തെ ചരിത്രങ്ങൾ എഴുതാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നത്. ഇപ്പൊ ഞാനൊരു അതില് എനിക്ക് തോന്നിയ ഒരു 5-6 തീംസ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാം. പിന്നെ ഇറ്റ്സ് അപ് ടു നമുക്ക് maybe we can have a discussion if it is relevant to your workshop. I'm not even sure of that. അപ്പൊ ഒന്ന്, നമ്മൾ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, കേരളത്തിലെ പരമ്പരാഗത സമൂഹം എന്ന് പറഞ്ഞാൽ ഞാനതിന് ജന്മഭേദ ജാതി സമൂഹം എന്നാണ് പറയുക. പാച്ചുമുത്തതാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. ജന്മഭേദം എന്ന അടിസ്ഥാന തത്വത്തിൽ ഉറച്ച ജാതി സമൂഹമായിരുന്നല്ലോ പരമ്പരാഗത, നമ്മൾ പാരമ്പര്യം എന്ന് പറയുന്ന സംഗതി. അപ്പൊ അതിൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഈ പറഞ്ഞ മാതിരി ജാതീയമായ അധികാര ബന്ധങ്ങൾക്കുള്ളിൽ സ്ട്രക്ചേർഡ് ആയ ഒരു സംഗതിയാണ് ഈ കെയർ. അപ്പൊ ഇതിലെ നമ്മുടെ കേരളത്തിലെ ഈ ജന്മഭേദ ജാതി വ്യവസ്ഥയില് ജാതി സമൂഹങ്ങൾ, അതായത് ബ്രാഹ്മണ ശൂദ്ര സോഷ്യൽ കോൺട്രാക്റ്റിൽ ഉറച്ചു നിന്ന ഒരു ജാതി സമൂഹമുണ്ട്. അതിലാണെങ്കിൽ ഈ ശൂദ്രവൃത്തി എന്ന് പറയുന്ന സംഗതിയുടെ ഭാഗമായിരുന്നു കെയർ ശരിക്കും. അപ്പൊ അത് ജാതീയമാണ്. ഇപ്പൊ തന്നെ ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം വലിയ ഇല്ലങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന പ്രവൃത്തി, വയസ്സായവരെ നോക്കുന്ന പ്രവൃത്തി, പിന്നെ ഈ പുറം വൃത്തിയാക്കല്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള്, അതായത് ശരിക്കും നമ്മൾ കെയർ എന്ന് തന്നെ വിളിക്കാവുന്ന തരം ആക്ടിവിറ്റീസ് അത് നടത്തിയിരുന്നത് മുഴുവനും ഈ പറഞ്ഞ പോലെ ശൂദ്ര സ്ത്രീകളാണ്. അത് ശൂദ്രരായ സ്ത്രീകളും പുരുഷന്മാരും. അപ്പോ അത് ഒരു എന്താ പറയാ, ഒരു ഒബ്ലിഗേഷൻ, ജാതീയമായ ഒബ്ലിഗേഷൻ ആയിട്ട് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അത് ഒരു തരം, അത് ഒരു that is one way in which care was organized in that society. രണ്ടാമത് കെയർ ഓർഗനൈസ്ഡ് ആയിട്ട് കുറച്ചുകൂടി എന്താ പറയാ, ഒരു സാമ്പത്തികമായ, ഇതിലിപ്പോ സാമ്പത്തിക മാനങ്ങൾ ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ അത് സാമ്പത്തിക മാനത്തിനേക്കാൾ ഉപരി ജാതീയമായ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് വരുന്നത്. അതുപോലെ ജാതീയമായ വേറെ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഫാമിലി അല്ല, ബോഡിലി ആയിട്ടുള്ള സർവീസസ്, ഇത് വരുന്നതെല്ലാം പലതരം ജാതികളിൽ നിന്നാണ്. അതായത് ഈ പിന്നെ ബാർബറുടെ ജോലി ചെയ്യുന്നത് അത് അമ്പട്ടന്മാരും അമ്പട്ടത്തികളും, അതുപോലെ തുണി നനയ്ക്കാനായിട്ട് വേലന്മാര്, അങ്ങനെ പല ജാതീയ സംഘങ്ങൾ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഈ പറയുന്ന പോലെ ഒരു അസമത്വത്തിൻ്റെതായ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി എന്നൊക്കെ പറയുന്ന അംബേദ്കർ പറഞ്ഞ ആ ഒരു ഫ്രെയിമിന്റെ ഉള്ളിലാണ് ഈ കെയർ മുഴുവനും. ഇത് ഒരു കാര്യം. ഇങ്ങനെ 2 രീതിയിലാണ്. ഒന്ന് ഈ ശൂദ്രവൃത്തിയായിട്ടും, മറ്റേത് ഈ ജാതീയമായ പ്രത്യേക സർവീസസ് പ്രത്യേക ജാതിക്കാർ ചെയ്യുന്നത്.
ഈ രീതിയുമായിട്ടാണ് കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഏറ്റവും ഈ കേരളത്തിൽ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ജാതികള്, അതായത് ജാതി വ്യവസ്ഥയ്ക്ക് പുറത്ത് തള്ളപ്പെട്ട ദലിത്, ഇന്ന് നമ്മൾ ദലിത് വിളിക്കുന്ന ജാതികള്, അവരെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. എന്നുവെച്ചാൽ അവർക്ക് ശാരീരികമായ അടുപ്പമേ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരെ തിരിച്ച് ഒരു തരത്തിലുള്ള കെയറും ഓഫർ ചെയ്യാനുള്ള അവരുമായിട്ടുള്ള ശാരീരികമായ ഇടപെടലിന്റെ വയലൻസ് മാത്രമാണ്, സ്ത്രീകളുമായിട്ട് പ്രത്യേകിച്ച്. അപ്പോ അവർക്ക് കെയർ അങ്ങോട്ട് കൊടുക്കാൻ അനുവാദം ഇല്ല എന്നുള്ളത്, അവർ കെയർ അങ്ങോട്ട് കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, അവരുടെ സെൽഫ് കെയർ പരമാവധി കുറയ്ക്കാൻ ഈ ജന്മഭേദ ജാതി വ്യവസ്ഥയിൽ അനുവാദം ഉണ്ടായിരുന്നു. അതായത് പാല് കൊടുക്കുന്ന സ്ത്രീകൾ, ഇപ്പം പരമായിട്ട് അടിച്ചമർത്തപ്പെട്ട ഈ സാമൂഹ്യ വിഭാഗങ്ങൾ, സ്ത്രീകള് പാല് കൊടുക്കാനോ, അതായത് പാടത്ത് പണിയുന്ന സ്ത്രീകള് അവരുടെ കുട്ടികളെ നോക്കാനൊന്നും യാതൊരു തരത്തിലുള്ള അങ്ങനത്തെ അനുവാദമൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള എന്താ പറയാ അവസരം, അങ്ങനെയുള്ള സമയം പോലും പിടിച്ചെടുത്ത് ഈ ജന്മിയുടെ പിന്നെ സ്വത്ത് വർദ്ധിപ്പിക്കാനായിട്ട് അവരെ ഉപയോഗിക്കുന്നത് വളരെ സാധാരണമായിരുന്നു. ജന്മിയുടെ ഹിതവും മതവും അനുസരിച്ചാണ് അവർക്ക് ഒരു സെൽഫ് കെയർ എന്നുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നത് എന്നുള്ളത് ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ പ്രോക്സിമിറ്റി അനുവദിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോ അങ്ങനെയുള്ള ഇടങ്ങളിൽ, അതായത് ജാതി വിരുദ്ധ ഇടങ്ങളിൽ ഈ കെയർ ഓഫർ ചെയ്യാനുള്ള അവസരങ്ങൾ ദലിത് മനുഷ്യർക്ക് കൊടുക്കുന്നത് ഒരു വലിയ കാര്യമായിട്ടൊക്കെ കണക്കാക്കപ്പെട്ടിരുന്നു. അപ്പൊ ഇപ്പം ഉദാഹരണത്തിന് പിന്നെ തൃശ്ശൂർ വെച്ച് നമ്മുടെ സഹോദരൻ കെ അയ്യപ്പൻ നടത്തിയ പന്തിഭോജനത്തിൽ ഭക്ഷണം ഉണ്ടാക്കിയതും വിളമ്പിയതും ഒരു പുലയ സ്ത്രീയാണെന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് അന്നത്തെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും. പല വീടുകളും ഇപ്പൊ അങ്ങനെ ഇപ്പം സഹോദരൻ കെ അയ്യപ്പന്റെ വിശ്വാസങ്ങളോട് അടുത്ത് നിന്നവര് പലരും ഈ അവരുടെ വീട്ടില് ജോലിക്കൊക്കെ ഈ പിന്നെ പുലയ സമുദായത്തിൽപ്പെട്ടവരെ നിയമിക്കുന്നതൊക്കെ എന്തോ വലിയൊരു വിപ്ലവമായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന രീതി അന്ന് വന്നത് അത് ഇതുകൊണ്ടാണ്. ഈ ഫിസിക്കൽ പ്രോക്സിമിറ്റി കെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കില്ല, സ്വന്തം ആൾക്കാർക്ക് കെയർ ചെയ്യാൻ അനുവാദവും ഇല്ല. അങ്ങനെ തള്ളപ്പെട്ടിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതേസമയം എനിക്ക് തോന്നുന്നു മുസ്ലിം സമുദായത്തിന്റെ പ്രത്യേകിച്ചും വേറെ തന്നെ നോക്കണം. ഇങ്ങനെയല്ല. കാരണം അവിടെ ഇസ്ലാമിൽ ഒരു പബ്ലിക് കെയർ ഗിവിംഗ് എന്ന് പറഞ്ഞൊരു ആശയം തന്നെ ഉണ്ടല്ലോ. ഇപ്പം വിശ്വാസികളുടെ അതായത് സമൂഹം സ്വയം എന്താ പറയാ അവരുടെ ഇടയിലെ പിന്നെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളവരെ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യമായോ എന്തെങ്കിലുമൊക്കെ ആയി പെട്ടുപോയ മനുഷ്യരെ സഹായിക്കാനും അവരെ കുറിച്ച് കെയർ ചെയ്യാനും ഉള്ള ഒരു ബാധ്യത മുന്നോട്ട് വെക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കേരളത്തിൽ പ്ലേ ഔട്ട് ചെയ്തത് നമ്മുടെ ആധുനികതയ്ക്ക് മുമ്പ് എന്നുള്ളത് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. അത് വേറെ ചരിത്രം തന്നെയാണ്, അത് വേറെ അന്വേഷിക്കേണ്ടതാണ്. അതേപോലെ തന്നെയാണ് ക്രിസ്തുമതത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം, അത് കുറെ കൂടെ കേരളത്തിലെ ക്രിസ്തുമതത്തിൽ ഈ മിഷണറിമാര് വരുന്നവരെ ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കെയർ ചെയ്യുന്ന ഒരു രീതി ആ മതത്തിൽ തന്നെ ഉണ്ടായിരുന്നോ എന്നുള്ളത് സംശയകരമാണ്. പക്ഷെ അതും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. നമ്മളത് നമ്മൾ അസ്യൂം ചെയ്യരുത്. അത് ചില ഇപ്പൊ ക്രിസ്തുമതത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് അസ്യൂം, അത് ജാതി വ്യവസ്ഥയുടെ കുറെ കൂടെ കേരളത്തിലെ ഈ ജന്മഭേദ ജാതി വ്യവസ്ഥയോട് കുറെ കൂടെ ഇന്റിഗ്രേറ്റഡ് ആയിരുന്നു ക്രിസ്തീയ സമൂഹങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ആ അസംഷൻ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം ആ ചരിത്രം ഒന്ന് പഠിക്കാൻ. കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമല്ലേ, അത് അസ്യൂം ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോ അതേസമയം ഇങ്ങനെയല്ലാതെ എന്താ പറയുക, ഈ ജാതി ജന്മി വ്യവസ്ഥയുടെ ഗാർഹികതകൾക്ക് പുറത്ത് ചില പ്രത്യേക തരത്തിലുള്ള കെയർ പ്രാക്ടീസസ് ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ ചരിത്ര സോഴ്സസിൽ കാണാനുണ്ട്. അത് പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിന്റെ അകത്ത് ഉദാഹരണത്തിന് ഈ പടയാളികളുണ്ട്, ഈ നായർ പടയാളികള് എല്ലാവരും വട്ടം ചുറ്റിയിരുന്ന് തലയിൽ പേൻ നോക്കുന്നതിന്റെ ഒരു
ഒരു ഇമേജ് ഉണ്ട്. അതായത് പലയിടത്തും ഈ പടയാളി അറിയാമല്ലോ, വലിയ കുടുംബമുള്ളവരല്ലേ മിക്ക, അന്നൊക്കെ പടയാളികളായാലും പൊതുവെ പുരുഷന്മാർ കുടുംബം ധരിക്കുന്നവരാണ്. അപ്പൊ അവര് റിലാക്സ് ചെയ്യുന്നത്, ഈ നായർ പടയാളികൾ റിലാക്സ് ചെയ്യുന്നതിന്റെ ഒരു ചിത്രം 18-ാം നൂറ്റാണ്ടിലെ പിന്നെ ഇവിടെ വന്ന വെള്ളക്കാരെഴുതിയ അക്കൗണ്ട്സിൽ ഉണ്ട്. നല്ല രസമുണ്ട്. അത് വട്ടത്തിലിരിക്കും, എല്ലാവരും വട്ടത്തിലിരുന്ന് തലമുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഈ പേൻ നോക്കും, എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ഈ ലൈൻ സ്പീക്കിംഗ് എന്നുള്ളത് ഒരു റിലാക്സേഷനും കെയർ ഗിവിങ്ങും ബോണ്ടിങ്ങുമാണ്. അത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആണുങ്ങളുടെ ഇടയിൽ അത് സായിപ്പ് കാണുന്ന ആദ്യമായിട്ടായോണ്ടായിരിക്കും അവർക്കത് വലിയ എന്തോ ഒരു അതിശയവും അങ്ങനെയൊക്കെയുള്ള കുറെ പ്രാക്ടീസസ് ഉണ്ട്, വിച്ച് ആർ നോട്ട് ആക്ച്വലി, അത് ഈ പറഞ്ഞ പോലെ ഈ സാമൂഹ്യമായ ഒരു ശ്രേണിക്കകത്തല്ല, ഒറ്റ ശ്രേണിയുടെ ഉള്ളിലായിരിക്കും ഇത് നടന്നിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് മാറിയത്? ഇതിന്റെയൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താണ് അപ്പോ എന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ ഈ ചരിത്രത്തിൽ ഈ മിഷണറിമാരുടെ വരവോടുകൂടി ഈ ദലിതരുടെ ഇടയിൽ കെയർ ഗിവിംഗ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് മാറുന്നതാണ് ഞാൻ സനലിന്റെ ഒക്കെ വർക്ക് വായിക്കുമ്പോഴും. അതുപോലെ അതിലൊക്കെ റീഡിങ് ബിഹൈൻഡ് ദ ലൈൻസ്, അത് സനൽ അങ്ങനെ കാര്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും യു റീഡ് ബിഹൈൻഡ് ദ ലൈൻസ്. ഓൾസോ നമ്മൾ ഈ CMS മിഷണറിമാരുടെയൊക്കെ LMS CMS മിഷണറിമാരുടെ കത്തുകളും അങ്ങനത്തെ ഒറിജിനൽ സോഴ്സസ് വായിക്കുന്നു, കാണുന്ന ഒരു കാര്യം, ഇത് കെയർ ഇങ്ങനെ റീസർഫസ് ചെയ്യുന്നുണ്ട് സാഹിത്യത്തില്. ആ സാഹിത്യത്തില് ഈ ജാതി വിരുദ്ധ സെൽഫ് ബിൽഡിങ്ങിന്റെ ഭാഗമായി ജാതി വിരുദ്ധ സ്വത്വങ്ങളുടെ രൂപീകരണത്തിൽ ഈ കെയർ, അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ കൊടുക്കാൻ ഉള്ള ആ ശേഷി വളരെ പ്രധാനപ്പെട്ട രീതിയിൽ വരുന്നുണ്ട്. അപ്പോ അതുപോലെ പ്രാർത്ഥന, അപ്പച്ചന്റെ ഗാനങ്ങളിലൊക്കെ അത് വരുന്നുണ്ട്. അങ്ങനെ കൊടുക്കാൻ പറ്റാതിരിക്കുന്നതിന് ഉണ്ടാക്കുന്ന ഡീഹ്യൂമനൈസേഷനെ പറ്റി ഉള്ള ഗാനങ്ങൾ അപ്പച്ചന്റെ ധാരാളം ഉണ്ട്. പിന്നെ പ്രാർത്ഥന ഒരുതരം സോഷ്യൽ കെയർ ആയിട്ട്, ഒരു സോഷ്യലി ഒരു പൊതു ഒരു കെയർ ഗിവിങ് ആക്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മുടെ സനലിന്റെ ചില റൈറ്റിംഗ്സില്, I mean, he doesn't read it like that, but I'm saying maybe we should start thinking of, ഈ anti-caste forms of prayer ഉണ്ടല്ലോ, കൂട്ടായ പ്രാർത്ഥന, അതൊരു പക്ഷേ ഒരു തരം ഒരു കെയർ ആയിട്ട് വേണമെങ്കിൽ വായിക്കാൻ പറ്റും. കെയർ ഒരു ആക്ട് ഓഫ് കെയർ ആയിട്ട്, ആക്ട് ഓഫ് ഫെയ്ത്ത് ആയിട്ട് മാത്രമല്ല, ആക്ട് ഓഫ് കെയർ ആയിട്ട് തന്നെ വായിക്കാൻ പറ്റും. പരസ്പരം നമ്മൾ ഈ ജാതി വിരുദ്ധ സ്വത്വങ്ങളെ സൃഷ്ടിക്കാനായിട്ട് പരസ്പരം നൽകുന്നു. കാരണം പ്രയറിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ ബോഡീസ് ഒക്കെ ഒരു സ്പേസിന്റെ ഉള്ളിൽ ഒരുമിച്ച് വരുന്ന ഒരു ആക്ട് ആണല്ലോ, അല്ലാതെ വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന്. എന്നാൽ നമ്മൾ കാണാം ഈ ജാതി ഹിന്ദുക്കളാണെങ്കിൽ 90-കൾ 60-കൾ 50-കൾ 60-കളൊക്കെ ആകുമ്പോഴേക്കും പൂജാമുറി എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാകുന്നു. അപ്പൊ പൂജാമുറി വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ സ്പേസ് ഉണ്ടാവുക, അവിടെ കൃത്യമായ ജാതി നിയമങ്ങൾ മാത്രമല്ല, തീണ്ടാൽ നിയമങ്ങൾ, തീണ്ടാരി, ഈ പുറത്തുള്ള തീണ്ടൽ മാത്രമല്ല, സ്ത്രീകളുടെ പിന്നെ മെൻസ്ട്രേഷന്റെ സമയത്ത് അവർ അത്തരം ആ തീണ്ടൽ നിയമങ്ങൾ അടക്കം പാലിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചുപേര് ഇരുന്ന് ഈ സ്തോത്രം ചൊല്ലുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് വേറൊരു തരം സെൽഫിനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബിൽഡ് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, സ്തുതി പറയുക എന്നുള്ളതും ദൈവത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഗാനങ്ങളും രണ്ടും രണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെ എന്ത് തരം കെയർ ആയിരിക്കും ഈ രണ്ട് ഇത്തരം സമൂഹം, ജാതീയ സമൂഹങ്ങളിലും ജാതി വിരുദ്ധ സമൂഹങ്ങളിലും ഉണ്ടായതെന്ന് പഠിക്കുന്നത് പ്രധാനമായിരിക്കും. ചിലപ്പോൾ ഞാൻ പറയും ഇതൊരു തീമാണ്. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് വീട്ടിൽ, വാട്ട് കൈൻഡ് ഓഫ് പ്രെയർ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചോ, ഏത് തരം കാര്യം. ഇപ്പം നമുക്കറിയാം കുമാരനാശാൻ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു കുമാരനാശാൻ അവരൊക്കെ എഴുതിയ പ്രാർത്ഥന നമ്മൾ വീട്ടിലൊക്കെ ചൊല്ലിയിരുന്ന ഗാനങ്ങൾ, അതൊന്നും തന്നെ ചുമ്മാ രാമ രാമ എന്ന് പറയുന്നവയല്ലോ. അങ്ങനെയല്ല. നമ്മൾ ഈശ്വരനെ നാവികൻ നീ ആവി വൻ തോണി എന്നല്ലേ. അപ്പൊ ഈ ആവിവൻ സ്റ്റീം ഷിപ്പ് പോലെയുള്ള ഭവാബ്ദി കടക്കാനുള്ള സ്റ്റീം ഷിപ്പായിട്ടൊക്കെ ദൈവത്തിനെ സങ്കല്പിക്കുക. അത് ഒരുമിച്ചിരുന്നല്ലേ അത് സങ്കല്പിക്കുന്നത്. ഈശ്വരനെ ഇങ്ങനെ സങ്കല്പിക്കുകയും ഈശ്വരനെ നമ്മൾ ഈശ്വരനോട് പറയുകയും ഒക്കെ ചെയ്യുന്ന പോലെ ഉള്ള ഗാനങ്ങൾ
ഈ ഗാനങ്ങൾ ഈ പറയുന്ന എല്ലാത്തിലും ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥനാ ഗാനങ്ങള് ഈ നായന്മാരുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്, എനിക്കറിയാം. അപ്പൊ എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കിയാൽ ഈ പ്രാർത്ഥനയുടെ ഒരു കെയർ ഗിവിങ് ക്വാളിറ്റി നമ്മൾ ഒരുപക്ഷെ മനസ്സിലാവും. അത് ചിലപ്പോൾ പ്രധാനമായിരിക്കും കേട്ടോ. കാരണം ഇപ്പൊ നമ്മള് കാണുന്നതെന്ന് വെച്ചാൽ ഈ ഒരുപാട് കെയർ ആവശ്യം വരുന്നത് മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ്. മാനസിക വെല്ലുവിളികൾ ഇന്ന് കേരളത്തിലെ ഒരു വളരെ ഒരു എപ്പിഡമിക് പോലെയാണ്. ഡിപ്രഷൻ ആയാലും പലതരത്തിലുള്ള മാനസിക വെല്ലുവിളികൾ ചെറുപ്പക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ചും വളരെ ഞാനൊരു അധ്യാപികയോട് എടുത്ത് പറയാ, പേടിയാകുകയാണ് എത്രത്തോളം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പം മനസ്സിലാകുന്നുണ്ട്, ആസ് എ ടീച്ചർ ഐ എം ചേഞ്ചിങ്. ഞാനിപ്പം പഠിപ്പിക്കുക മാത്രമല്ല, ഹാൻഡ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കെയറിങ്, കുട്ടികളെ നമ്മുടെ വിദ്യാർത്ഥികളെ അടുത്ത് പിടിച്ചിരുത്തി ഈ അടുപ്പം എന്ന് പറയുന്നത് ശരിക്കും പ്രോക്സിമേറ്റ്, ഭയങ്കര ആ പ്രോക്സിമിറ്റി ഒരുപാട് വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഈ പ്രേയറൊക്കെ ഏത് തരത്തിലായിരിക്കും നമ്മളെ ഇതിന് സഹായിക്കുന്നുള്ളത് ചിലപ്പം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ചരിത്രവും കൂടി ഒരു പക്ഷേ മനസ്സിലാക്കണമായിരിക്കും. അതാണ് ഒരു തീം. രണ്ടാമത്തെ ഒരു തീം എന്ന് പറഞ്ഞാല് ഈ നമുക്കറിയാം, ഇത് ആസ് എ കണ്ടിന്യൂവേഷൻ ഫ്രം ദിസ്, ഈ കെയർ ഗിവിങ് അനുവദിക്കാത്ത തരം സാമൂഹ്യ സാംസ്കാരിക ബന്ധങ്ങളെ റിജക്റ്റ് ചെയ്യും. അതേസമയം ഈ കെയർ ഗിവിങ്ങിനെ ഒരു ആക്ട്സ് ഓഫ് ഡിഗ്നിറ്റി ആയിട്ട് മാറ്റുകയും ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ജാതി വ്യവസ്ഥയെ മുഴുവനോടെ റിജക്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അതിൻ്റെ അകത്തെ അൺഈക്വൽ ആയിട്ടുള്ള കെയർ റിലേഷൻസിനെ റിജക്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് വളരെ പഴയ ഒരു ചരിത്രമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ബുദ്ധമതക്കാരുടെ ഖേലിഗാഥ പോലെയുള്ള പുസ്തകങ്ങൾ, അതൊക്കെ ബുദ്ധന്റെ കാലത്ത് രചിക്കപ്പെട്ട ഗാനങ്ങളാണ്. ബുദ്ധന്റെ കണ്ടംപററീസ് എഴുതിയ ഗാനങ്ങളാണ്, അവരുടെ ജീവിതം പറയുന്നത്. അപ്പൊ അതിൽ പല ബുദ്ധ ഭിക്ഷുണികളും അവർ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ ചെയ്ത ആ ജോലി, ഞാൻ എൻ്റെ ഭർത്താവിനെ ഞാൻ അങ്ങനെ അയാൾക്ക് ചെയ്തു കൊടുത്തിരുന്ന എന്തെല്ലാം തരം പ്രവർത്തികളിൽ, എന്തെല്ലാം തരം പരിചരണ പ്രവർത്തികളിൽ നിന്ന് ഞാൻ വിമോചിതയായി ഇതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന പാട്ടുകളുണ്ടല്ലോ. അപ്പൊ ഈ ജാതിയും അതിൻ്റെ ഉള്ളിൽ ഇംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലിംഗഭേദ വ്യവസ്ഥയും ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കി എന്ന് പറയുന്ന ലിംഗഭേദ വ്യവസ്ഥയും റിജക്റ്റ് ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ മൊത്തം പറയുന്ന പോലെ ഓൾ ടുഗെദർ എടുത്ത് അതിനെ കളഞ്ഞിട്ട് സന്യാസ ജീവിതത്തിലേക്ക് പോവുകയും മറ്റൊരു തരം കെയറിനെ വേറൊരു തരത്തിൽ മനസ്സിലാക്കിക്കൊണ്ട്, അതായത് നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ശരീരങ്ങളെ തൊടുന്നതാണ് കെയർ. എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ ഈ ബുദ്ധമതത്തിന്റെ ഒരു മെഡിക്കൽ വശമുണ്ടല്ലോ. അവർക്ക് രോഗനിവാരണം വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ജൈന ബുദ്ധ വിശ്വാസങ്ങൾ ശരിക്കും അതാ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ സ്വന്തം രക്തത്തിലുള്ളവരെ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചു പോയ അതും സ്വന്തം രക്തമാണ്. കാരണം ജാതീയമായിട്ട് ഈ രക്തബന്ധത്തെ ഊന്നിയ രക്തത്തെ ഊന്നിയ ബന്ധങ്ങളിൽ മാത്രമല്ല കെയർ. നേരെ തിരിച്ച് ശരിക്കുള്ള കെയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രക്തവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരുമായിട്ടുള്ള കെയർ ആയിരിക്കണം. അതാണെന്ന് തോന്നുന്നു. കാരണം അങ്ങനെയാണല്ലോ മെഡിക്കൽ സംഗതി. ഈ ഒരു മെഡിക്കൽ സിറ്റുവേഷനിൽ you're caring for bodies that have nothing to do with your blood. യാതൊരു ബന്ധവുമില്ലാത്ത ശരീരങ്ങളെ പരിചരിക്കുന്നതാണല്ലോ മെഡിക്കൽ സിറ്റുവേഷൻസിൽ സംഭവിക്കുന്ന കാര്യം. അപ്പൊ എനിക്ക് തോന്നുന്നു അത് കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലും ആ ഒരു എന്താ പറയാ, അത് നമുക്ക് കാണാം. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ അതിന്റെ ചരിത്രം നമ്മൾ എവിടെ നോക്കും, ആ ചർച്ച എവിടെ അന്വേഷിക്കുന്നത് നോക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ലളിതാംബി അന്തർജനത്തിനെ പോലെയുള്ളവരുടെ എഴുത്തിനെയൊക്കെ രണ്ടാമത് വായിക്കണം. ലളിതാംബിക, ഞാൻ let me tell you, she is not a literary writer. Yeah, okay, agree. അവര് കഥയും നോവലും ഒക്കെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ അതിൽ കൂടെ അവർ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത് ഈ റിഫോമിസത്തിന്റെ വളരെ ഇൻസ്ട്രുമെന്റലിസ്റ്റ് ആയിട്ടുള്ള, വളരെ റാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രത്യേക തരം ഈ മുതലാളിത്തത്തോട് 100% അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന മോഡേണിറ്റി, ഈ എൻലൈറ്റൻമെന്റ് മോഡേണിറ്റിയുടെ ഡിക്റ്റാറ്റ്സിനെ ഫോളോ ചെയ്തുകൊണ്ട് കേരളത്തിൽ രൂപപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ വ്യവഹാരങ്ങൾക്ക് വിമർശിച്ചുകൊണ്ടാണ് അവരെഴുതുന്നത്. അപ്പൊ അവരുടെ ഈ ലിംഗഭേദത്തെ കുറിച്ചുള്ള അവരുടെ ഇമാജിനേഷൻ വളരെ ഡിഫറെന്റ്. സരസ്വതി അമ്മ ഇസ് എ ഗ്രേറ്റ് റൈറ്റർ. സരസ്വതി അമ്മ
ഈ റിഫോമേഴ്സിന്റെ റാഷണലിസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ റിഫോമിസത്തിനെ വിമർശിച്ച ആളാണ്. പക്ഷെ അവര് ഈ റിഫോമിസത്തിനെ, ഈ റാഷണലിസ്റ്റ് റിഫോമിസത്തെ അതിന്റെ പരമാവധിയിലേക്ക് വലിച്ചു നീട്ടി ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് ശരി എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സരസ്വതി അമ്മയെ സംബന്ധിച്ചിടത്തോളം കെയർ എന്ന് പറഞ്ഞാൽ വളരെ സസ്പിഷ്യസ് ആണ്. അതായത് ഈ അധികാര ബന്ധങ്ങൾ ഇരിക്കുന്നിടത്തോളം ഈ കെയറിന് യാതൊരു സ്ത്രീകളെ അകപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്ന് വളരെ കൃത്യമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ ഭർത്തൃ ശുശ്രൂഷ എന്നുള്ള വാക്കിനെ അവർ കളിയാക്കിയിട്ട് എന്താണ് ഭർത്താവ് നിരന്തരം രോഗിയാണ്, നിത്യ രോഗിയോ മറ്റോ ആണ് ഭർത്താവ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ചോദിച്ച ഒരാളാണ് സരസ്വതി. പക്ഷേ അന്തർജനം അങ്ങനെയല്ല. അന്തർജനം ഈ കെയർ എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ, അടിസ്ഥാന മനുഷ്യ ബന്ധങ്ങളെ രൂപീകരിക്കുന്നതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയായിട്ട് തിരിച്ചറിഞ്ഞ ഒരാളാണ്. എന്നിട്ട് അതിനെ ഈ പറഞ്ഞ പോലെ ഒരു ഓൾട്ടർനേറ്റ് ഇമാജിനേഷൻ ഓഫ് ജെൻഡർ, ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള കെയറിംഗ് ബന്ധങ്ങളെ പരിപൂർണമായി തിരുത്തി എഴുതാൻ പറ്റുമോ? പരിപൂർണമായിട്ട് തിരുത്തി എഴുതിയത് സക്സസ്ഫുൾ ആണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അങ്ങനെ ഒരു അറ്റംപ്റ്റ് അവർ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ കെയർ ഗിവേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ, അവര് ഈ നേരത്തെ പറഞ്ഞ അസമമായ അധികാര ബന്ധങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് അവരെ കെയർ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവര് സഹിക്കുന്ന പുച്ഛവും അവര് സഹിച്ച ഈ അറപ്പും എല്ലാം അവര് ഡോക്യുമെന്റ് ചെയ്യുകയും, അതേസമയം ഈ കെയർ കൊടുക്കുന്നയാൾക്ക് സ്വതസിദ്ധമായ അല്ലെങ്കിൽ തനതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്ന കഥകളിൽ കൂടെ പറഞ്ഞു വെക്കുകയും കൂടി ചെയ്യുന്നു. അപ്പൊ ആ ഡിഗ്നിറ്റിയിൽ ഉറച്ചു നിന്നിട്ടാണ് ഈ കെയർ ഗിവർ കെയർ ഓഫർ ചെയ്യുന്നതെങ്കിൽ അവരെ താഴ്ത്താൻ, അവരെ വൈകാരികമായി മാനസികമായി അടിച്ചു താഴ്ത്താൻ ആർക്കും പറ്റില്ല. ഒടുവിൽ അതായത് ഈ മൊത്തം ആക്ട്, ഈ മൊത്തം ഇടപെടൽ അൺഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് കെയർ ഗിവിങ്ങിന്റെ ആക്ട്, അതായത് കെയർ കൊടുത്തു, കെയർ സ്വീകരിച്ചു, ആ ആക്ട് പൂർണ്ണമാകുമ്പോൾ ഈ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഈ കെയറിന്റെ ഡിഗ്നിറ്റിയിൽ ഊന്നു നിൽക്കുന്ന ആ സ്ത്രീ അംഗീകരിക്കപ്പെടും എന്നൊരു തരം ശുഭാപ്തി വിശ്വാസം ഉണ്ട് അവരുടെ എഴുത്തിൽ. ദിസ് ഇസ് അനദർ തീം ദാറ്റ് വി ഷുഡ് ഐ തിങ്ക് പെർസ്യൂ. എങ്ങനെയാണ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചരിത്ര വിഷയങ്ങളിൽ താല്പര്യമുള്ളവരാണ്, ഈ വിഷയത്തിന്റെ ചരിത്രം പഠിക്കാൻ താല്പര്യമുള്ള. അപ്പൊ അത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വി ആർ ഗോയിങ് ബിയോണ്ട് ദി സ്റ്റഡിങ് കെയർ ആസ് ലേബർ. ഇതേ കാലത്തെ കെയറിംഗ് ലേബർ റിലേഷൻസിൽ വരുന്ന മാറ്റങ്ങളുണ്ട്. അത് ശരിക്കും പഠിക്കേണ്ടത് തന്നെയാണ്. അത് വേറൊരു തീമാണ്. അപ്പൊ നമ്മളിപ്പോ കാണുന്ന ഈ കാലത്ത് അത് വേറൊരു തീമാണ്. അത് ഒരുപക്ഷെ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ തീമാണ്. ഈ ഫണ്ടമെന്റലായ ഒരു ബ്രേക്ക് ഉണ്ടാവുന്ന കാലമാണ് 20ാം നൂറ്റാണ്ടിന്റെ ആരംഭം. അപ്പൊ നേരത്തെ പറഞ്ഞ അസമമായ കെയർ ബന്ധങ്ങൾ പലതും വേണ്ടാന്ന് വെക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ആക്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞ അന്തർജനത്തിന്റെ ഒക്കെ എഴുത്ത് സത്യത്തിൽ വരുന്നത് ഇതിന് ശേഷമാണ്, ഈ ബ്രേക്ക് ഉണ്ടായ ശേഷം. ഇപ്പം ചട്ടമ്പി സ്വാമികൾ ഫോർ എക്സാമ്പിൾ എഴുതുമ്പോൾ ശൂദ്രവൃത്തി വേണ്ട, ശൂദ്രവൃത്തിയിലെ ഡിമീനിങ് ആയിട്ടുള്ള കെയർ ഗിവിങ് റിലേഷൻസ് ഇനി വേണ്ട. അതിൽ അദ്ദേഹം ഈ വിവാഹം, ഈ സെക്ഷൽ ആയിട്ടുള്ള പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് നേരത്തെ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ പറയേണ്ടിയിരുന്നു, സെക്സ് വർക്ക് ഇസ് ആക്ച്വലി എ ഫോം ഓഫ് കെയർ, ഈവൻ ദാറ്റ്. അപ്പൊ ഈ ശൂദ്രവൃത്തി എന്ന് പറയുമ്പോൾ ഈ സംബന്ധം വഴിയുള്ള ഈ നായർ സ്ത്രീകൾ ഓഫർ ചെയ്തിരുന്ന കംഫർട്ടും കെയർ അതും ഇനി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ചട്ടമ്പി സ്വാമികളെ പോലുള്ളവരൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു കാലമാണ് ഈ ഒരു 20th സെഞ്ചുറി എന്ന് പറയുന്നത്. അപ്പൊ ശൂദ്രവൃത്തി പൊട്ടിത്തെറിക്കുന്നു, ഈ ബ്രാഹ്മണ സംബന്ധം അടക്കമുള്ളത്. അപ്പൊ ഇതങ്ങനെ ഒരു വശത്തൂടെ നടക്കുമ്പോൾ മറുവശത്ത് നേരത്തെ പറഞ്ഞ ആ ജാതീയമായ കെയർ ഗിവിങ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ അമ്പട്ടൻ അങ്ങനെയുള്ള ജാതിക്കാര്, അതൊക്കെ ശരിക്കും അധ്വാനമായിട്ട് തിരിച്ചറിയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 1940-കളിൽ ഞാനിങ്ങനെ വെറുതെ നോക്കുക, ആലപ്പുഴ വളരെ പൊളിറ്റിസൈസ്ഡ് ആയ ഒരു സ്ഥലമായി. 1940-കളിൽ എല്ലാത്തിനും യൂണിയൻ ഉണ്ടാക്കുന്ന, എല്ലാത്തരം തൊഴിലിനും. അപ്പൊ എല്ലാത്തരം തൊഴിലുകൾക്കും ഈ പറഞ്ഞ പോലെ തുണി നനയ്ക്കുന്നവരുടെ യൂണിയൻ, വേല സമുദായക്കാരാണ് അവര്. ഞങ്ങൾ വേല സമുദായക്കാരെന്നല്ല, ഞങ്ങൾ ഇതുപോലെ ഈ അലക്ക് തൊഴിലാളികളാണ്, അങ്ങനെ സ്വയം പേരിടുക, അവര് യൂണിയൻ ഉണ്ടാക്കാൻ.
ബാർബർമാരുടെ യൂണിയൻ ഉണ്ടാവും. അത് ജാതീയമായ ഡിസ്ക്രിപ്ഷൻ എടുത്ത് കളഞ്ഞിട്ട് അപ്പൊ ഫെയർ വേജസ് ഈ പറയുന്ന ഞങ്ങൾ തൊഴിലാളികളാണ്, ഇത് തൊഴിലാണ്, അല്ലാതെ ഇത് ജാതീയമായ ഓബ്ലിഗേഷൻ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് തങ്ങളുടെ തൊഴിലിനെ ഈ ജാതീയതയുടെ ഗാർഹിക ഘടകങ്ങളിൽ നിന്ന് തള്ളി പുറത്തേക്ക് കൊണ്ടുവരികയും ഈ ഭരണകൂടമായിട്ട് നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന പോലെ അവര് അത്തരം റിലേഷൻസിനെ അവര് മാറ്റുന്നു. ഇപ്പം 40കളിൽ നമ്മൾ നോക്കുമ്പോ ഈ ആലപ്പുഴ പ്രദേശത്തൊക്കെ ശരിക്കും വീട്ടുതൊഴിലാളികളുടെ യൂണിയൻ ഉണ്ട്, ഡൊമസ്റ്റിക് വർക്കേഴ്സ്. പക്ഷെ അന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ വെപ്പ് തൊഴിലാളികളെല്ലാം ആണുങ്ങളാണ്. വലിയ കുടുംബങ്ങളിലെ അരിവെപ്പിന്റെയും പിന്നെ കാര്യസ്ഥ പണിയും അതൊക്കെ ചെയ്തിരുന്ന പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്ന വെച്ചാൽ ആ തൊഴിൽ 80കളൊക്കെ ആവുമ്പോഴേക്കും ആണുങ്ങളല്ല ഗാർഹിക തൊഴിൽ ചെയ്ത് ഗാർഹിക തൊഴിലാളികളായിട്ട് മാറുന്നത് സ്ത്രീകളാണ്, പുരുഷന്മാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ യൂണിയൻ ഒന്നും അങ്ങനെ കാര്യമായിട്ട് പിന്നെ വളരുന്നില്ല. അപ്പൊ അവിടെ ഒരു ചെറിയ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ ഓഫർ ചെയ്യുന്ന ബോഡിലി സർവീസസും, അതായത് ഈ എനിക്കത് പറയാൻ തന്നെ ഇഷ്ടമല്ല, ബാർബർ വിമൻ എന്ന് പറയുന്ന വിഭാഗം അവര് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരുന്ന ഈ ഉന്നത ജാതി സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരുന്ന ബോഡിലി സർവീസസ് ഉണ്ട്. അതുപോലെ ഈ വലിയ വീടുകളിൽ, അത് ഇല്ലങ്ങളിലാകട്ടെ തറവാടുകളിലാകട്ടെ, കുട്ടികളെ നോക്കുക, തുണി കഴുകുക, ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തിരുന്ന പ്രത്യേക ജാതി വിഭാഗക്കാരികളായ സ്ത്രീകൾ. ഇവരുടെയൊക്കെ ജോലി, ഇവർ ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം പക്ഷേ മാർക്കറ്റിലോട്ട് പോകുന്നില്ല. അപ്പം ബാർബർ ആണുങ്ങൾ ചെയ്തിരുന്ന ജോലി മാർക്കറ്റിൽ എത്തുന്നുണ്ട്, എന്നുവെച്ചാൽ അത് കെയർ ലേബർ ആയി തന്നെ മാറുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾ ചെയ്യുന്ന ജോലി അത് ഈ ആധുനിക അണുകുടുംബത്തിലോട്ട് അബ്സോർബ് ആവുകയാണ്. അപ്പൊ ഈ ആധുനിക അണുകുടുംബത്തിലെ ഭാര്യ/മാതാവ് ഒന്നെങ്കിൽ ചെയ്യേണ്ട ജോലിയായിട്ടാണ് ഇത് മാറുന്നത്. അപ്പൊ മുമ്പ് വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ജാതി വിഭാഗക്കാരിയായ സ്ത്രീ വന്ന് തുണി കഴുകാൻ കൊണ്ടുപോകുമെങ്കിൽ ഒരു മോഡേൺ ആയിട്ടുള്ള ന്യൂക്ലിയർ ഫാമിലിയിലെ അമ്മ, കോൺജുഗൽ മാരേജിനുള്ളിലുള്ള, ഷീ ഈസ് എക്സ്പെക്ടഡ് ടു വാഷ് ദോസ് ക്ലോത്ത്സ് ഓൺ ഹെർ ഓൺ. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു തർക്കം ഇത് ഉണ്ടാവുന്നുണ്ട്. ഇത് മാറി ഈ തറവാട്ടിൽ നിന്ന് മാറി ഭർത്താവിന്റെ കൂടെ പോയി നഗരത്തിലോ വേറെ എവിടെയെങ്കിലോ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീ സ്വന്തം കുടുംബക്കാരുടെ തുണിയൊക്കെ അവരൊറ്റയ്ക്ക് കഴുകേണ്ടതല്ലേ? അതിനവര് ജോലിക്കാരെ വെക്കാൻ പാടില്ല. അപ്പൊ ഈ ജോലിക്കാരെ വെക്കുന്നത് ഒരു ഭയങ്കര മോശം. എന്തിനാണ്? അന്നത്തെ ഈ മാസികകളിലും അന്നത്തെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനങ്ങൾ വരുന്നുണ്ട്. ഈ സ്ത്രീകൾ ഇങ്ങനെ, ഈ ആധുനിക സ്ത്രീകൾ, പഠിച്ച പെണ്ണുങ്ങൾ എന്തിനാണ് ഈ ജോലിക്കാരെ വെക്കുന്നത്? ഭയങ്കര അഹങ്കാരമാണ്, പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യില്ല, ഈ വേറെ ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്യിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഒട്ടും അത് കംപ്ലീറ്റ് അല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ചൈൽഡ് കെയർ, കുട്ടികളെ നോക്കാൻ ആരും നിർത്തരുത് വീട്ടില്. കാരണം അത് അങ്ങനെ നിൽക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് കൂലി കിട്ടാൻ വേണ്ടി മാത്രമാണ് അവർ കുട്ടികളെ നോക്കുന്നത്. പക്ഷെ മാതൃസ്നേഹം യഥാർത്ഥത്തിൽ പ്രകടമാകണമെങ്കിൽ അമ്മ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പൊ ഈ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം, അമ്മ കൊടുക്കുന്ന ഇതൊക്കെ ഈ പറഞ്ഞ പോലെയാണ്, മോണറ്റൈസ്ഡ് അല്ല എന്ന് ആലോചിക്കണം. ഇതൊന്നും കുടുംബത്തിന്റെ ഉള്ളിൽ കമേഴ്ഷ്യലൈസ്ഡ് അല്ല. ഇപ്പൊ വീട്ടിന്റെ അകത്ത് അമ്മ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന, ആൽട്രൂയിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന ചൈൽഡ് കെയർ ആകട്ടെ, ഭക്ഷണം, ഈ പാചകം ആകട്ടെ, അതിനൊന്നും ഉള്ള മൂല്യം ഒരിക്കലും ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീ ചെയ്യുന്ന കെയർ അധ്വാനമായി മാറിയ കെയറിന് കൊടുക്കത്തില്ല. ഈ അമ്മമാര് ചെയ്യുന്നത് അൺപെയ്ഡ് ലേബർ ആണെന്നുള്ളത് ആ വാദം വലിയ പാതകം പോലെയാണ് ആ കാലത്ത് എടുത്തിരിക്കുന്നത്. അത് കേട്ടുകേൾവിയില്ല. പക്ഷെ അത് പറഞ്ഞ 1-2 സ്ത്രീകൾ, ഈ KSRC അമ്മ പോലെയുള്ള സ്ത്രീകളെ ശരിക്കും മോൺസ്ട്രസ് ആക്കി ചിത്രീകരിച്ച് അരികിലേക്ക് തള്ളി നീക്കുകയായിരുന്നു അന്നത്തെ ഇടതുപക്ഷത്തിന്റെ ഡിസ്കോഴ്സിൽ പോലും. ഇതൊക്കെ ഇങ്ങനെ ഫോർമലായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് സോവിയറ്റ് യൂണിയനിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ ഓൺ ദ ഗ്രൗണ്ട് അങ്ങനത്തെ ഒരു റിസ്ക്കും 40കളിൽ എടുത്തിട്ടുണ്ട്. ചെറിയ റിസ്ക്, അതായത് ഈ ഒറ്റപ്പെട്ട വീടുകളിൽ താമസിക്കേണ്ട, കമ്മ്യൂണുകളായിട്ട് ജീവിക്കാമെന്ന് ചില കമ്മ്യൂണിസ്റ്റുകൾ തീരുമാനിക്കുന്നു. അതിനെ EMS അപ്പൊ തന്നെ ഒതുക്കി കൈ കൊടുക്കുന്നുണ്ട് 50കളൊക്കെ ആവുമ്പോഴേക്കും. EMS തന്നെയാണ് പറയുന്നത് ഇങ്ങനെ ഓടായിട്ട് ജീവിക്കരുത് കണ്ട്. പക്ഷെ ആ കമ്മ്യൂണായിട്ട് ജീവിച്ചവരെന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ, അവര് നമ്പൂതിരിമാര് അവരുടെ ഇല്ലത്ത് താമസിക്കുന്നതിന് പകരം ഒരു കുടുംബത്തിൽ താമസിച്ചു. അപ്പൊ അവിടെ ഇഷ്ടംപോലെ ജോലിക്കാരെയൊക്കെ വെച്ച് തന്നെയാണ് അവർ ചെയ്ത്.
അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ബട്ട് പോയിന്റ് ഇതാണ്, ഇപ്പൊ ഈ സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ മുഴുവൻ ഈ കുടുംബത്തിലോട്ട്, ഈ കുടുംബത്തിലെ ഈ ആധുനിക കുടുംബത്തിലെ സ്ത്രീകളുടെ അൺപെയ്ഡ് ലേബർ ആയിട്ട് മാറുന്നു. ഇതൊക്കെ 40കളിലും 50കളിലൊക്കെ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതേസമയം പുരുഷന്മാർ ചെയ്തിരുന്ന ഇത്തരം പ്രവർത്തികൾ മാർക്കറ്റിലേക്ക് പെയ്ഡ് ലേബർ ആയിട്ട് പോവുകയും ചെയ്തു. അപ്പൊ അതിനൊരു ജെൻഡർ ഡയമെൻഷൻ ഉണ്ട്. അപ്പോ പിന്നെ ഈ കെയറിന്റെ സെക്ഷുവൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് എല്ലാം പിന്നെ സാനിറ്റൈസ്ഡ് ആണ്. അതായത് ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീ ഇപ്പൊ കെയറിന് എന്തെങ്കിലും ഒരു സെക്ഷുവൽ ആസ്പെക്ട് ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ അത് എടുത്തു മാറ്റപ്പെടും. ശാരീരികമായിട്ടുള്ള കെയറിൽ സെക്ഷുവൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒന്നും വരരുത് എന്നുള്ളത്, അത് ബെഡ്റൂമിന്റെ അകത്ത് ഭർത്താവും ഭാര്യയും കൂടി മാത്രം ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വേശ്യ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഈ വേശ്യ എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ മാത്രമല്ല, ഇസ്തറ്റിക് ആയ ഒരു കമ്പോണന്റ് കൂടി ഉണ്ടായിരുന്നു. ആ ഇസ്തറ്റിക് കമ്പോണന്റിനെ ഈ ആധുനിക സ്ത്രീയിലേക്ക് കൂട്ടിച്ചേർത്തിട്ട് ഈ സെക്ഷുവൽ മാത്രമായിട്ടുള്ള കമ്പോണന്റിനെ നമ്മൾ ഈ വേശ്യയിൽ പ്രൊജക്ട് ചെയ്ത് അവരെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആക്കി മാറ്റി വെച്ചത്. അപ്പൊ അതിനൊരു ചലഞ്ച് വരുന്നത് ഈ പുതിയ നൂറ്റാണ്ടിൽ നളിനി ജമീലെ പോലെയൊക്കെ ഉള്ളവരും വരുമ്പോഴാണ്. അവരാണ് ശരിക്കും ഇത് എത്രത്തോളം, നളിനി പ്രത്യേകിച്ച് നളിനി ഊന്നി പറയുന്ന ഒരു കാര്യം, ഇത് ശരിക്കും ഈ സെക്ഷുവൽ എക്സ്ചേഞ്ചിന്റെ അകത്തെ കെയറിങ്ങിനെ പറ്റിയാണ് ഒരുപാട് പറയും. അതിനൊരു ഇന്റലക്ച്വൽ റാഷണൽ ആസ്പെക്ട് ഉണ്ടെന്നുള്ളത് പഠിക്കണം. അത് ഒരുതരം കൗൺസിലിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് അതിനെ ഈ പറഞ്ഞ പോലെ ഒരു മോഡേൺ തൊഴിലാക്കി മാറ്റാൻ, പ്രൊഫഷനാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം അവർ ഊന്നി പറയുന്ന മറ്റൊരു കാര്യം, ഇതൊരു കെയർ ഗിവിംഗ് പ്രൊഫഷൻ ആണ്, വെറും പ്രൊഫഷൻ അല്ല. ഇറ്റ്സ് ഓൾസോ യു ഹാവ് ടു ലേൺ ഹൗ ടു ഗിവ് കെയർ, അല്ലാതെ ചുമ്മാ ആർക്കും ചെയ്യാവുന്ന ഒരു തൊഴിലല്ല എന്ന് പറയുന്നുണ്ട് അവർ. അപ്പൊ അതായത് ചുരുക്കി പറഞ്ഞാൽ 20ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു ഈ കെയറുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയ, ഈ കെയറിന്റെ ചില ഭാഗങ്ങൾ ഈ കുടുംബത്തിന്റെ ഒരു ആൾട്രൂയിസ്റ്റിക് സ്പേസുമായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നു. അപ്പൊ അതിന് സാമ്പത്തികമായി, അപ്പൊ ഈ വീട്ടമ്മയായ സ്ത്രീ ഒന്നും പ്രതീക്ഷിക്കരുത്, അത് അവരുടെ സ്നേഹത്തിന്റെ പുറത്ത് മാത്രം അവർ ചെയ്യണം എന്ന് പറയുകയും മറ്റു കുറെ ഭാഗങ്ങൾ ഈ മറ്റു ചില ആണുങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ അത് വീട്ടിന് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യപ്പെടുകയും അത് സർവീസസ് ആയിട്ടുള്ള സെയിലബിൾ ആയിട്ടുള്ള വിൽക്കാവുന്ന സർവീസസ് ആയിട്ടോ വേജ് വർക്ക് ആയിട്ടോ ഒക്കെ മാറുന്നുണ്ട്. ദിസ് ഇസ് എ തീം വൺ നീഡ്സ് ടു, ദിസ് ആണ് രണ്ടാമത്തെ തീം. അതേസമയം അപ്പൊ മൂന്നാമതൊരു തീം നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടത്, കേരളത്തിലെ ഈ തൊഴിലാളി വർഗങ്ങളുടെ രൂപീകരണത്തില് ഈ കെയറിന്റെ ഒരു പ്രാധാന്യം. നമുക്കറിയാം കേരളത്തിലെ തൊഴിലാളി വർഗ കുടുംബത്തിന്റെ രൂപീകരണ ചരിത്രം ഈ സമുദായ പരിഷ്കരണ ചരിത്രമായിട്ട് സത്യത്തിൽ എന്ത് ദൂരെയാണെന്ന് അറിയാം. ഞാനിപ്പം പബ്ലിഷ് ചെയ്യുന്ന ഒരു പുതിയ പുസ്തകത്തിൽ ദിസ് ഇസ് വാട്ട് ഐ എം ട്രൈങ് ടു എക്സ്പ്ലോർ. ഞാൻ ഇതുവരെ പഠിച്ചിരുന്നത്, ഞാൻ എഴുതിയിരുന്നത് ലിംഗഭേദ വ്യവഹാരങ്ങളെ പറ്റിയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ പുതിയ പുസ്തകത്തിൽ കേരളത്തിലെ കുടുംബത്തിന്റെ രൂപീകരണം, ഈ കുടുംബം ഈ സ്വത്ത് ഉടമാവകാശം കൈവശം വെച്ച് ഉണ്ടായിരുന്ന പിന്നെ സമുദായങ്ങളും, അതായത് പ്രബല സമുദായങ്ങളും അതില്ലായിരുന്ന സമുദായങ്ങളും തമ്മിൽ ഈ കുടുംബ രൂപീകരണ ചരിത്രത്തിൽ വലിയൊരു അകലമുണ്ട്. ഈ 1940കളുടെ ഒടുക്കം രൂപം കൊണ്ടു തുടങ്ങിയ വികസനവാദ ഭരണകൂടം, ഡെവലപ്മെന്റലിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കേരളത്തില് അതിലൊരു വെൽഫെയറിസ്റ്റ് ആയ വകഭേദം, ജനക്ഷേമത്തെ ഊന്നിയ ഒരു വകഭേദമാണ് ഇടതുപക്ഷത്തിന്റെ ഒരു ഹെജമണിക്കുള്ളിൽ രൂപപ്പെട്ടത്. അതാണ് ആ ഭരണകൂടമാണ് ശരിക്കും ഈ കുടുംബജീവിതം എന്ന് പറയുന്നത്. അതായത് ഭർത്താവ് പുറത്തുപോയി ജോലിക്ക് പോയി കാശുണ്ടാക്കി വരികയും വീട്ടിലിരുന്ന് പിന്നെ കുട്ടികളുടെ കാര്യവും അയാളുടെ കാര്യവും ഒക്കെ നോക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഗാർഹിക ഉത്തരവാദിത്തങ്ങളേക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സെക്ഷുവൽ കോംപ്ലിമെന്റാരിറ്റിയിൽ ഊന്നിയ മോഡേൺ കോൺജുഗൽ ഫാമിലി ഈ തൊഴിലാളി വർഗത്തിന്റെ ഇടയിൽ സാധ്യമാക്കുന്നത്. അപ്പം കെയർ ഡെഫിസിറ്റ് അവിടെ തുടക്കത്തിലേ ഉണ്ട്. കാരണം ഈ ഒരു ഫോം ഒട്ടും സാധ്യമല്ല. രണ്ടുപേരും കൂടെ ജോലി എടുത്താൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു തൊഴിലാളി വർഗ ജീവിതം. കാരണം അവർക്ക് അസറ്റ്സ് ഇല്ലല്ലോ, ഇതുവരെല്ലാം അസറ്റ്ലെസ് ലേബറേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലെ സ്ത്രീയെ ഇരുത്താനുള്ള വഴി വലിയ പാടാണ്. അത് പോസിറ്റീവായും നെഗറ്റീവായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന പോലെ സ്ത്രീകൾ വീട്ടിൽ ഇരിക്കാൻ ചില ഇൻസെന്റീവ്സ് കൊടുക്കുക,
പക്ഷെ നെഗറ്റീവായിട്ട് വെച്ചാൽ അവർക്ക് കൂലി, ഒരു തൊഴിലാളികൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് അംഗീകാരം കൊടുക്കാതിരിക്കുകയും അവരുടെ കൂലി, ന്യായമായ കൂലി, മതിയായ കൂലി കൊടുക്കാതിരിക്കുകയും ചെയ്യുക. അപ്പൊ സ്ത്രീകൾ ഈ പറഞ്ഞ ഡിസ്കറേജ്ഡ് ആയിട്ട് മാർക്കറ്റിൽ തൊഴിലാളികളായിട്ട് ജോലി ചെയ്ത അവസരം മടുത്തിട്ട്, അല്ലെങ്കിൽ അതുപോലെ 80കളൊക്കെ ആകുമ്പോഴേക്കും വലിയ തൊഴിൽ നഷ്ടം ഉണ്ടാകും. ഇങ്ങനെയൊക്കെ സംഭവിച്ച് സ്ത്രീ വീട്ടിലിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ ആണുങ്ങൾ മാത്രം പുറത്തുപോയി ജോലി ചെയ്യുന്ന തരത്തിലുള്ള ഒരു തൊഴിലാളി വർഗ കുടുംബം കേരളത്തിൽ ഉണ്ടാകുന്നു. അപ്പം 50കളിലും 60കളിലൊക്കെ കുടുംബാസൂത്രണം തൊഴിലാളികൾക്ക് ആണ് ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുട്ടികൾ കുറവാണെങ്കിൽ കെയർ ഡെഫിസിറ്റ് അവിടെ കാര്യമായിട്ടുണ്ട്. അപ്പൊ കെയർ ഡെഫിസിറ്റ് എങ്ങനെ പരിഹരിക്കാം? ഒരു വഴി എന്ന് പറഞ്ഞാൽ കുടുംബാസൂത്രണം വഴി കുട്ടികളുടെ എണ്ണം കുറയ്ക്കും. ഇപ്പൊ നിങ്ങൾക്ക് അത്രയും കെയർ ചെയ്താൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ. മറുവശത്ത് ഈ കേരളത്തിലെ ഡെവലപ്മെന്റലിസ്റ്റ് ആയിട്ടുള്ള ഭരണകൂടം ഫെമിലിയലാണ്. അതായത് ഫെമിലിയലിസം എന്ന് പറയുന്ന ഒരു ഓറിയന്റേഷൻ ഉള്ളതാണ് ഇവിടുത്തെ വെൽഫെയർ. അതായത് ഒരു വ്യക്തിക്ക് അടിസ്ഥാനമായിട്ട് കെയർ കിട്ടേണ്ടത് അവരുടെ സ്വന്തം കുടുംബത്തിൽ നിന്നാണെന്നുള്ള തിരിച്ചറിവാണ്. എന്നുള്ള ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ഫെമിലിയലിസം, വളരെ സ്ട്രോങ്ലി ഫെമിലിയലിസ്റ്റിക്. അത് ആ കാലത്ത് ലോകമെമ്പാടും ഉണ്ടായിരുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് സാമൂഹ്യ വിഭാവനകളുടെ അടിസ്ഥാന ഭാവനയായിരുന്നു ഈ ഫെമിലിയലിസം. അപ്പൊ ഈ ഫാമിലി തുല്യതയുണ്ടോ സമത്വമുണ്ടോ അതൊന്നും അവർക്കറിയണ്ട. ഫാമിലി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് തൊഴിലാളി വർഗങ്ങളുടെ ഇടയിലെ വെൽഫെയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഈ പറയുന്ന പോലെ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തെ ആശ്രയിച്ച. അപ്പൊ അതിന് എന്താ വേണ്ടത്? ആദ്യം കുടുംബം ഉണ്ടാവണമല്ലോ ഫസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം കേരളത്തിലെ 50കളിലും 60കളിലും ആ രണ്ടാം പകുതി 20ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ പല തരത്തിൽ അൺഫോൾഡ് ചെയ്യാണ്. അപ്പോ കേരളത്തിലെ ഒരുപക്ഷെ അപ്പൊ ഈ ഫാമിലി അഗ്രികൾച്ചറൽ വർക്കേഴ്സ് പെൻഷൻ 1980ലാണ് കർഷക തൊഴിലാളി പെൻഷൻ അനൗൺസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് അനൗൺസ് ചെയ്യുന്നത്? ഈ പറയുന്ന തൊഴിലാളികൾ വയസ്സാവുമ്പോൾ അവരെ നോക്കേണ്ടവരായ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ടായിട്ട് തന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ അതിനെ അന്ന് തന്നെ ഇപ്പൊ ലീല ഗുലാത്തിയെ പോലുള്ള സ്കോളേഴ്സ് വിമർശിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഈ കുടുംബങ്ങളിലൊക്കെ കുടുംബാസൂത്രണം കാരണം കുട്ടികളുടെ എണ്ണം കുറവാണ്. അപ്പൊ ഇവര് വയസ്സാകുമ്പോൾ ഈ കുട്ടികളുടെ എണ്ണം കുറവാകുമ്പോൾ അവരെ നോക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ട്, കെയർ അറേഞ്ച്മെന്റ്സ് വളരെ ബുദ്ധിമുട്ടാകും. അപ്പൊ അതിന് സർക്കാർ എന്തെങ്കിലും മറ്റൊരു മാർഗം നോക്കിയില്ലെങ്കിൽ പിന്നെ ഈ അന്ന് കൊടുക്കുന്ന തുക, ആ പൈസ കിട്ടിക്കൊണ്ടിരുന്ന തുക ആർക്കെങ്കിലും ഒരാൾക്കേ വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ രണ്ടുപേരും ഭർത്താവും ഭാര്യയും കർഷക തൊഴിലാളികളായിരിക്കും, അതിൽ ഏതെങ്കിലും ഒരാൾക്കേ കിട്ടും. സാധാരണ അത് പുരുഷനാണ് കിട്ടുന്നത്, ഭാര്യയ്ക്കല്ല, ഈ കർഷക തൊഴിലാളികളെ സ്ത്രീക്കല്ല. അപ്പൊ സ്റ്റേറ്റിന്റെ കെയറും എങ്ങനെയാണ്, സ്റ്റേറ്റ് കൊടുത്ത കെയർ, സ്റ്റേറ്റ് ഓഫർ ചെയ്ത ഈ കെയർ, ഞാനത് ഇതിനെ കെയർ എന്ന് വിളിക്കുന്ന വെച്ചാൽ നേരിട്ട് ഈ ശരീരങ്ങളെ തന്നെ ഈ ആരിവരെ നോക്കും വയസ്സാകുമ്പോൾ എന്ന ഒരു ചട്ടക്കൂടിന് ഉള്ളിൽ നിന്നാണ് ഈ പെൻഷനൊക്കെ ഓഫർ ചെയ്യുന്നത്. റൈറ്റ് ആയിട്ടല്ല, അങ്ങനത്തെ ഒരു ഇൻഡിവിജ്വൽ റൈറ്റ് ഉള്ള നിലയ്ക്കല്ല എന്നുള്ളതാണ്. കുടുംബത്തിന് കൊടുക്കുന്ന ഒരു താങ്ങായിട്ടാണ് ഇതൊക്കെ ഡിസ്കസ് ലെവലിൽ വരുന്നത്. നമ്മൾ രാഷ്ട്രീയത്തിന്റെ ലെവലിൽ നമ്മൾ റൈറ്റ് എന്നൊക്കെ പറയുമായിരിക്കും, പക്ഷെ ബ്യൂറോക്രസിയുടെ ഭാഷയിലാകട്ടെ ഭരണകൂടത്തിന്റെ ഭാഷയിൽ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന പോലെ പക്ഷെ അതേസമയം കേരളത്തിലെ ഏറ്റവും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റേറ്റിന്റെ കെയർ എന്ന് വിളിക്കാവുന്ന വെൽഫെയർ ഇസ് നോട്ട് ഫെമിലി. അത് മിഡ് ഡേ മീൽ കേരളത്തിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഒരു സംഗതി. വിദ്യാഭ്യാസ രംഗത്താകട്ടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ന്യൂട്രീഷന്റെ കാര്യത്തിലാകട്ടെ വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു പ്രൊവിഷൻ ആയിരുന്നു ഈ ഉച്ചഭക്ഷണ പദ്ധതി. ഈ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ കുടുംബം നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്വത്തെ ഭരണകൂടം ഏറ്റെടുത്തു എന്നുള്ളതാണ്, ആഹാരം കൊടുക്കുക എന്നുള്ളത്. അതാണ് ഈ ഒരുപക്ഷെ ഈ പെൻഷനുകളൊക്കെ ഇൻഡിവിജ്വൽ ഫാമിലീസിന് ഗുണമായിട്ടുണ്ടാവാം, പക്ഷെ ശരിക്കും ഒരു മൊത്തം പോപ്പുലേഷനെ അവരുടെ വെൽഫെയറിനെ ഒറ്റയടിക്ക് ഉയർത്തിയത് ഈ നോൺ ഫെമിലിയൽ ആയിട്ടുള്ള കെയർ ആണ്, ഗവൺമെന്റ് വെൽഫെയർ ആണ്, കെയർ ഗിവിങ്. അത് കെയർ ഗിവിങ് ആണ്, കാരണം ഫീഡിങ് ആണ്. ഫീഡിങ് ഇസ് ഡയറക്റ്റ് കെയർ. അപ്പൊ അങ്ങനെയുള്ള കുറെ തീംസ് നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഈ തൊഴിലാളി വർഗത്തിനിടയിൽ തൊഴിലാളി വർഗത്തെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ എവിടുന്ന്, പിന്നെ അവരുടെ ഇടയിലുള്ള കെയറിങ് പ്രാക്ടീസസ് എങ്ങനെ. അയൽവക്കം വലിയ വ്യത്യാസം ഞാൻ പറയാം. ഈ സ്വത്തവകാശം ഉണ്ടായിരുന്ന സ്വത്തുക്കൾ കൈവശം വെച്ച നവവരേണ്യ സമുദായങ്ങളും തൊഴിലാളി സമൂഹങ്ങളും തമ്മിലുള്ള വലിയ വ്യത്യാസം.
ഈ സമുദായങ്ങളിലെ സ്ത്രീകള് അവരുടെ ഇമ്മീഡിയറ്റ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ രക്തബന്ധവുമായി അവരുമായിട്ട് രക്തബന്ധമുള്ളവരുമായിട്ടാണ്. അവരുടെ ബന്ധുക്കള്, സ്വന്തക്കാര്, അത് ഇത് അമ്പലം, അങ്ങനെ പള്ളി, അങ്ങനെയുള്ള ഓരോ സ്ഥാപനങ്ങൾ വെച്ച് അധികവും രക്തബന്ധമുള്ളവരായിട്ടാണ് അവർ ഇടപെടുന്നത്. തൊഴിലാളികളാകട്ടെ അങ്ങനെയല്ല. അയൽവക്കം എന്ന് പറയുന്നത് കേരളത്തിലെ തൊഴിലാളി സാമൂഹികതയുടെ കേന്ദ്രമാണ്. അപ്പൊ ഈ രണ്ടിടത്തും രണ്ട് തരത്തിലുള്ള കെയർ റിലേഷൻസ് ആവാനാണ് ഉണ്ടാവും സാധ്യത. ഈ മ്യൂച്വൽ കെയർ, അതായത് മാർക്കറ്റിൽ നമുക്ക് വിസിബിൾ അല്ലാത്ത, മാർക്കറ്റ് കെയറിങ് ലേബർ എന്നുള്ള രീതിയിൽ നമുക്ക് വിസിബിൾ അല്ലാത്ത ബന്ധങ്ങള്, ഈ ഒരു സമാന നിലയിൽ നടക്കുന്ന ബന്ധങ്ങൾ, അതിന്റെ സ്വഭാവമേ വേറെ ആവാൻ സാധ്യതയുണ്ട്. അത് പഠിക്കേണ്ടതാണ്, നമ്മൾ പഠിച്ചിട്ടില്ലാത്ത കാര്യമാണ്. അപ്പോ നമ്മള് ഇതിപ്പോ 90കളൊക്കെ ആവുമ്പോഴേക്കും ഈ തൊഴിലാളി സ്ത്രീകൾക്ക് ഈ കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ പൂട്ടുന്നു, കൃഷി പിൻവാങ്ങുന്നു, അപ്പൊ തൊഴിൽ സാധ്യതകൾ കുറഞ്ഞു വരുന്നു. അപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ അപ്പോഴാണ് ശരിക്കും ഇവര് ഈ കെയർ ഡെഫിസിറ്റിലേക്ക് വീണ്ടും വരുന്നത്. അതായത് ഈ സ്ത്രീകൾക്ക് ഒരു അസംഘടിത അനൗപചാരിക മേഖലയായ തൊഴിൽ, ഈ കെയറിന്റെ വിപണിയിലേക്ക് അവർ പ്രവേശിക്കുകയാണ് തൊഴിലാളികളായിട്ട്. അപ്പൊ ഇത് ശരിക്കും ഒരു സ്റ്റെപ്പ് താഴോട്ട് വരിക. അവർ ഒരു തൊഴിലാളി സ്ത്രീ എന്നുള്ള നിലയ്ക്ക് സംഘടിത തൊഴിലാളി വർഗത്തിന്റെ ഭാഗമായിരുന്ന ആൾക്കാർ ഭരണകൂടത്തോട് നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ചാനൽസ് ഉണ്ടായിരുന്നവർ പെട്ടെന്ന് ഈ അസംഘടിത അനൗപചാരിക മേഖലയിലേക്ക് തിങ്ങാൻ തുടങ്ങുന്നത് 1980കളിലാണ്. അതായത് കേരളത്തിലെ പരമ്പരാഗത സാമ്പത്തിക വ്യവസ്ഥയുടെ പിൻവാങ്ങൽ, അതിന്റെ അടി ശരിക്കും. അതിപ്പോ ഡോക്ടർ കണ്ണന്റെ അടുത്ത കാലത്ത് വന്ന ഒരു വർക്കിംഗ് പേപ്പർ ഉണ്ട്, CDSന്റെ വെബ്സൈറ്റിലുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് ഒരു ഭീകരമായ ലോസ് ഓഫ് വർക്ക്, അത് ഈ പറയുന്ന ഇങ്ങനത്തെ ഏറ്റവും തുച്ഛമായ ശമ്പളവും ഏറ്റവും ഇകഴ്ത്തപ്പെട്ട തരം സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ള കെയറിലേക്ക് അവർക്ക് പോകേണ്ടി വരികയാണ്. അപ്പൊ ഈ സ്ത്രീകൾ ഇതിനെ എങ്ങനെ നേരിട്ടു എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ് ശരിക്കും. അതിൽ ഒരു സംഗതി ഞാൻ കണ്ടിട്ടുള്ളത്, ഈ വിപണിയുടെ മേഖലയിൽ നിന്ന് പെൺമക്കളെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത്. അതായത് ഈ ഫാക്ടറികളിൽ ജോലിയില്ല, ഉള്ള ജോലി തന്നെ വളരെ കൂലി കുറവും തീരെ ഈ പറയുന്ന ഒരു ദൈനംദിന ജീവിതം വളരെ ബുദ്ധിമുട്ട് ഉള്ളതുമാണ്. അതുകൊണ്ട് അമ്മമാരെന്ത് വെച്ചാൽ പെൺകുട്ടികളെ ഈ പറയുന്ന പോലെ ഈ കുടുംബങ്ങളിലേക്ക്, അതായത് കല്യാണം കഴിച്ചു കൊടുത്ത് കുടിക്കാത്ത ഭർത്താവിനെയൊക്കെ കണ്ടുപിടിച്ച് സ്ത്രീധനം കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല അവരെ സെറ്റിൽ ചെയ്യാൻ നോക്കുകയാണ്, റെസ്പെക്റ്റബിൾ മാരേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ വീട്ടിൽ എന്താ പറയാ, വീടിനുള്ളിൽ തൊഴിലാളി എന്നുള്ള നില കിട്ടില്ല. അപ്പൊ ചോയ്സ് വെച്ചാൽ നമ്മൾ പറയില്ലേ, രണ്ടും ബാഡ് ചോയ്സസ് ആണ്. യു ഹാവ് ടു മേക്ക്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഫാക്ടറിയിൽ പോയിട്ട് ഇല്ലാത്ത തൊഴിൽ, അപ്പൊ ഏറ്റവും കുറഞ്ഞ കൂലിക്ക് ഏറ്റവും മോശമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഈ ഇൻഫോർമൽ സെക്ടർ തൊഴിലാളിയായിട്ട് ഈ കെയർ അധ്വാനത്തിന്റെ മേഖലയിൽ വീട്ടുജോലിക്കാരിയായിട്ടും ഒക്കെ ജീവിക്കുക. ഇത് രണ്ടും അക്സെപ്റ്റബിൾ അല്ലാത്തതുകൊണ്ട് ഈ മൂന്നാമത്തത് വളരെ വിശേഷമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. പക്ഷെ അതാണ് ഒരു ഇല്യൂഷൻ. അങ്ങനത്തെ ഒരു ഇല്യൂഷന്റെ ഉള്ളിലാണ് സ്ത്രീകൾ അവരുടെ മക്കളെ ഈ കെട്ടിച്ചു വിടാൻ നോക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഈ അത് റെസ്പെക്റ്റബിലിറ്റിയുടെ ഒരു അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷെ റെസ്പെക്റ്റബിൾ എങ്കിലും ആയിരിക്കുമല്ലോ എന്ന ആ ഒരു കാൽക്കുലേഷനിലാണ് അവരത് ചെയ്യുന്നത്. അപ്പോ ഈ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, കെയർ വർക്കാണെങ്കിൽ പോലും വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെയാണ് 90കളിലെ കുടുംബശ്രീയൊക്കെ വരുമ്പോൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരുതരം സോഷ്യൽ കെയർ വർക്കിൽ ഏർപ്പെടാം എന്നുള്ളത് വരും. ഒരു വീട്ടിൽ ചെന്ന് വീട്ടുജോലിക്കാരിയായിട്ട് ജോലി ചെയ്യുമ്പോൾ ശമ്പളം വരുമാനമൊക്കെ ഇപ്പൊ ഒരു കുടുംബശ്രീ ആവറേജ് വനിത പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സോഷ്യൽ കെയർ ഗിവിങ്ങിൽ ഏർപ്പെടുമ്പോൾ കിട്ടുന്നതിനേക്കാൾ എത്രയോ മാന്യത ഈ ഇവർക്ക് കിട്ടും, കുടുംബശ്രീ വനിതയ്ക്ക് കിട്ടും. ഇൻഫാക്ട് കുടുംബശ്രീ തന്നെ ഒരു തരം കുലീനത്വ നിർമ്മാണം നടത്തുന്നത് അങ്ങനെയാണ്. ഒരു കുടുംബത്തിൽ ഇരിക്കുന്നവൾ എന്നുള്ള ആ സ്റ്റേറ്റസിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുലീനത്വം ഉറപ്പാക്കിയിട്ടാണ് പിന്നീട് അവരെ കെയർ ഗിവിങ്ങിലോട്ടും ഒക്കെ വിടുന്നത്. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു 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 എന്താ പറയാ ഒരു ട്രജക്ടറിയാണ് നമ്മൾ പിന്നെ കാണുന്നത് 1990s അവസാനം ഒക്കെ ആകുമ്പോഴേക്കും. അപ്പോ so this is another trajectory, this is one kind of, these are some kinds of processes. അപ്പൊ അതാ എന്റെ മൂന്നാമത്തെ തീം. നാലാമത്തെ തീം എന്ന് പറഞ്ഞാൽ ഈ
മെഡിക്കൽ സെക്ടറിലെ കെയർ ഗിവിംഗ് തന്നെ അതിന്റെ ഒരു വികാസമാണ് കേരളം. നേരത്തെ ഞാൻ പറഞ്ഞ ഈ പരമ്പരാഗത ജാതി ജന്മി വ്യവസ്ഥയിൽ തന്നെ എവിടെയാണ് ഈ ജാതിയെ മറികടന്നുകൊണ്ട് ഈ ശരീരങ്ങളെ സ്പർശിക്കാൻ അനുവാദം കിട്ടിയിരുന്നതെന്ന് ചോദിച്ചാൽ അത് വസൂരി പോലുള്ള അസുഖങ്ങൾ വരുമ്പോഴാണ്. വസൂരിയൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏത് ജാതിയിൽപ്പെട്ടതായാലും വസൂരിയെ സർവൈവ് ചെയ്ത മനുഷ്യരാണ് കെയർ ഗീവേഴ്സ് ആയിട്ട് നോട്ടക്കാരായിട്ട് വരുന്നത്. അവിടെ ഇങ്ങനെ ചില്ലറ സ്ഥലങ്ങളിലെ മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ പാമ്പ് കടിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഭയങ്കര ഫിസിക്കൽ ക്രൈസിസ് വന്നാൽ എന്റെയൊക്കെ കുടുംബത്തിൽ തന്നെ എനിക്കറിയാം. എൻ്റെ ഒരു 4-5 തലമുറ മുമ്പുള്ള ഒരു സംഭവം ഇപ്പോഴും പറയുന്നുണ്ട്. അവർക്ക് ഭയങ്കരമായ എന്തോ ഒരു സ്കിൻ ഡിസീസ് വന്നു. അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് അന്വേഷിച്ചു പോയി അവസാനം ഒരു പള്ളിയില് നേർച്ചയിട്ടിട്ടാണ് അത് മാറിയത്. അപ്പൊ പള്ളിയിൽ പോയി അപ്പൊ അന്ന് അവര് പറഞ്ഞെന്ന് വെച്ചാൽ മാറിയപ്പോ തന്നെ അവര് എന്ത് ചെയ്തു വെച്ചാൽ ഈ മകളെ ഒരു ക്രിസ്ത്യൻ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക. അങ്ങനെ അവരവിടെ ഒരു തിരുവാതിരക്കളിപ്പാട്ട് കന്യാംബിക സ്തവം എന്ന് പറഞ്ഞിട്ട് അവരെഴുതിയൊരു, അതായത് നേരിയെ പറ്റിയാണ്. അതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ തിരുവാതിര കളിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ഒരു വല്യമ്മയെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതാണ് കാര്യം, ആ സമയത്ത് നിങ്ങൾക്ക് ആ കെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെ ആ ഒരു സമൂഹത്തിലേക്ക് തന്നെ ആരാണോ നിങ്ങളെ തൊട്ടത് അതിലോട്ട് പോകണം എന്നുള്ള പോലെ ഉണ്ടായിരുന്നോ എന്നുള്ളതും നമ്മൾ തിരക്കേണ്ടതാണ്. ഇങ്ങനെ അവിടെ ഇവിടെയും കേട്ടിട്ടുണ്ടോ പലതും, ശരിയാണോ എന്നറിയില്ല. അത് എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും അത് കാര്യമായിട്ട് ഉണ്ടായിരുന്നതാണോ നോക്കേണ്ടതാണ്. എന്തായാലും നമുക്ക് അറിയാവുന്നൊരു കാര്യം, ആധുനിക ആശുപത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു സ്ഥലമായി. അതായത് ആദ്യമൊക്കെ അവര് പുറത്തുനിന്ന് ഈ മലയാളികളല്ലാത്ത പ്രത്യേകിച്ചും ഈ യൂറോപ്യൻ ഒക്കെയുള്ള മിഷണറീസ് ആയിട്ടുള്ള നൺസ് വന്നാണ് അവിടെ ആശുപത്രികളിലെ കെയർ ഗിവിംഗ് ചെയ്തിരുന്നത്. പിന്നീട് പതുക്കെ നാട്ടുകാരായിട്ടുള്ളവർ തന്നെ ട്രെയിൻ ചെയ്ത് അവിടെ വരുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം, ശരിക്കും കേരളത്തില് ഏറ്റവും അധികം ഈ സാമൂഹികമായ ഒറ്റപ്പെടലും സ്റ്റിഗ്മയും അനുഭവിച്ച ഒരു വിഭാഗമാണ് കേരളത്തിലെ നഴ്സുമാര്. അത് സിറിയൻ ക്രിസ്ത്യൻസ് ഉണ്ട്. 1930കളൊക്കെ ആകുമ്പോഴേക്കും വളരെ കഠിനമായ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തെയും ബാധിക്കുന്നുണ്ട്, നായന്മാരെയും ബാധിക്കുന്നുണ്ട്. ഈ 2 വിഭാഗത്തിലെ സ്ത്രീകളാണ് ഈ നഴ്സസ് ആവാൻ ട്രെയിൻ ചെയ്തത്. വെല്ലൂര് ഐഡ സ്കെലറിന്റെ ഹോസ്പിറ്റലാണ് ശരിക്കും സിറിയൻ ക്രിസ്ത്യൻ സ്ത്രീകൾക്കും പിന്നീട് നായന്മാർക്കും ട്രെയിനിങ് കൊടുക്കാൻ മുൻകൈ എടുത്തതും. ഇൻഫാക്ട് ഐഡ സ്കെലർ വാസ് സപ്പോസ് ടു ഹാവ് a special kind of liking for Syrian Christian women. So she used to encourage them. അങ്ങനെയുള്ളവർ അപ്ലൈ ചെയ്യാനും അവരെ ട്രെയിൻഡ് ആവാനും അവരെ പഠിപ്പിച്ചിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ നഴ്സസിന് ഇങ്ങനെ സഹിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാവുന്ന പരമ്പരാഗതമായ ജാതി വ്യവസ്ഥയുടെ സംശയങ്ങൾ മാത്രമല്ല, ആധുനിക ജാതി വ്യവസ്ഥയിലും അതേ സംശയങ്ങൾ നിലനിർത്തും നമ്മൾ ആലോചിക്കണം. ഇപ്പൊ കേരളത്തിലെ സവർണ ജാതികൾ, അതായത് ഞാൻ നവവരേണ്യർ എന്ന് വിളിക്കുന്ന ജാതികൾ, അവര് സാമൂഹ്യ പരിഷ്കരണമൊക്കെ നടത്തി പുതിയ സമുദായങ്ങളായിട്ട് ഉയർന്നു വരുമ്പോൾ അവരെ സമുദായങ്ങളായിട്ട് വേർതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാക്ടീസ് സജാതീയ വിവാഹമാണ്. സ്വന്തം ജാതിയിൽ മാത്രം വിവാഹം കഴിക്കുക. അപ്പൊ റിമെമ്പർ, ഒരുപാട് സ്ത്രീകളുടെ കെയർ ഗിവിംഗ് ഒരുപാട് കുടുംബത്തിലേക്ക് അബ്സോർബ്ഡ് ആയി കഴിഞ്ഞു ഓൾറെഡി. ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആധുനിക കുടുംബത്തിൽ ഒരുപാട് മുൻപ് മറ്റു സ്ത്രീകൾ ചെയ്തിരുന്ന പല ജോലികളും അമ്മ തന്നെ ചെയ്യുക എന്നുള്ള, അതായത് നമ്മൾ നമ്മുടെ ജാതിക്കാർക്ക് വേണ്ടി മാത്രമേ, നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി മാത്രമാണ് കെയർ ഗിവിംഗ് ചെയ്യേണ്ടത്. ഏറിപ്പോയാൽ നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സമുദായക്കാർക്കോ. അതിനപ്പുറം പോയാൽ ഈ എൻഡോഗാമി, അതായത് ഈ സജാതീയ വിവാഹത്തിന്റെ യുക്തി, സജാതീയ വിവാഹത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞില്ലെങ്കിൽ പോലും സജാതീയ വിവാഹത്തിന്റെ സാമൂഹ്യ യുക്തിയെ നിങ്ങൾ ഉപേക്ഷിക്കുന്നതിന് സമമാണ് എന്ന ഒരു നിശബ്ദമായ സമ്മതം ഈ സവർണ ഈ നവവരേണ്യ സമുദായങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പോയ സ്ത്രീകളെ പരമ്പരാഗത കുടുംബങ്ങളിലുള്ളവരൊന്നും അല്ല ഒറ്റപ്പെടുത്തിയത്. ഈ ആധുനിക കുടുംബങ്ങൾ, ആധുനിക സമുദായങ്ങളും അവരെ വല്ലാതെ ഒറ്റപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. ഇക്കാര്യത്തിൽ ഈ ഭരണകൂടവും ഈ പറഞ്ഞ നവവരേണ്യ സമുദായങ്ങളും തമ്മിൽ നിശബ്ദമായ ഒരു ഉടമ്പടി തന്നെ ഉണ്ടായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഈ പുതിയ പുസ്തകത്തിൽ നിങ്ങൾ 50കളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ തിരുവിതാംകൂർ ഭയങ്കരമായിട്ട് ബോസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഹെൽത്ത് കെയറിനെ കുറിച്ചും
അവരുടെ പുതിയ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം ഭയങ്കര നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ കൂടെ സാധിക്കുന്നുണ്ട്. ഭരണകൂടം ഈ പോപ്പുലേഷനെ എന്താ പറയാ, അതിനെ ഒരു ഗവൺമെന്റൽ ആയിട്ടുള്ള അധികാരം ആ പോപ്പുലേഷന്റെ പുറത്ത് നിർവഹിക്കുക. അതുകൊണ്ട് ജീവൻ ഉള്ള അവസരം ഉണ്ടാക്കുക, കൂടുതൽ ജീവിക്കാൻ, ജീവനെ ഇയാൾ പറയുന്ന പോലെ പവർ ഓഫ് ലൈഫ് ഫൂക്കോ പറയുന്ന പോലെ അത് എക്സസൈസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രൗഡായിട്ട് ഈ അന്തർദേശീയ വേദികളിലൊക്കെ തിരുവിതാംകൂർ പറയുന്നുണ്ട്. പക്ഷെ അതേ തിരുവിതാംകൂർ അതിനുശേഷം കേരളം, പുതിയ കേരളം അതിനേക്കാൾ അധികം ബോസ്റ്റ് ചെയ്യുന്നുണ്ട്. തിരുക്കൊച്ചി അതിനുശേഷം കേരളം ഭയങ്കര ബോസ്റ്റിംഗ് ആണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ബോസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും കേരളത്തിലെ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരുടെ വേതന വ്യവസ്ഥയും അവരുടെ സേവന വ്യവസ്ഥകളും അവരുടെ അതിൻ്റെ ഉള്ളിലെ അധികാര ശ്രേണി ഒന്നും മാറ്റാൻ ഇവരാരും തയ്യാറായിരുന്നില്ല. ഈ പുറത്ത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ഒക്കെ സഹായത്തോടു കൂടി പുറത്തു പോയി പഠിച്ച് തിരിച്ചു വന്ന നഴ്സുമാര്, നഴ്സിംഗ് കോളേജിന്റെ ഒക്കെ പ്രിൻസിപ്പൽസ് ആയിരുന്നവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അവർ വഴക്കിട്ടിട്ടുണ്ട്. അവർക്ക് ഗസറ്റഡ് ഓഫീസർ പദവി കൊടുക്കാത്തതിന്റെ പേരിൽ അവർ വഴക്കിട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്തുകൊണ്ടാണ് ഇത്? ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദിസ്? ഒരു വശത്ത് there is so much boasting about healthcare by the state, but on the other hand they don't want to change the conditions so more women would enter the profession, that the profession would actually become a dignified, respectable one, well remunerated one. അവിടെയാണ് ഈ നമുക്ക് സംശയം തോന്നുന്നത്. ഈ സമുദായ ശക്തികളും ഈ പുതിയ പേട്രിയാർക്കീസ് ആണ് ഇതെല്ലാം. അപ്പൊ ഈ പുതിയ പേട്രിയാർക്കിയും ഭരണകൂടത്തിന്റെ പേട്രിയാർക്കിയും തമ്മിലുള്ള ഒരു നിശബ്ദമായ പാക്ട് പോലെയാണ്. അപ്പോ അതുകൊണ്ടാണ് ആ സ്ത്രീകളൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? എല്ലാം ജർമ്മനിയിലും അങ്ങനെ എല്ലാവരും അല്ല, എന്നാലും പോകാൻ പറ്റുന്നവരൊക്കെ വിദേശത്തേക്ക് കടന്നു യൂറോപ്പിലോട്ട് പോയിട്ടൊക്കെയാണ് ആ ആദ്യ തലമുറയിലെ നഴ്സസ്, പഠിച്ചു വന്ന നഴ്സസിൽ കുറെ പേര് പോകാൻ പറ്റിയവരൊക്കെ പോയത്. അവരുടെ സമുദായം സഹായിച്ചാണ് അവർ പോയത്. അങ്ങനെ അപ്പൊ ഇവിടെ കിടന്ന് കളിക്കേണ്ട, നിങ്ങൾ വിദേശത്ത് പോയിട്ട് കാശൊക്കെ ഉണ്ടാക്കിയോ, ഇവിടെ വേണ്ട ഉള്ള പോലെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെയാണ് ഈ കെയർ ഗിവിങ്ങിന്റെ സ്റ്റിഗ്മ രണ്ടു തരത്തിൽ. ഒന്ന് ഈ ശരീരത്തെ തൊടുന്നു, അതുകൊണ്ട് അതിന്റെ സബ്സ്റ്റൻസസിന്റെ പൊല്യൂഷൻ, ആ ഒരു അറപ്പുണ്ട്, വിസറൽ ആയിട്ടുള്ള അറപ്പ്. അത് മാത്രമല്ല, കൃത്യമായിട്ടും സാമുദായികമായ ബൗണ്ടറീസിനെ ഈ കെയർ ഗിവിങ്, എന്റെ രക്തത്തിലല്ലാത്ത ഒരാളെ ഞാൻ തൊടും, ഞാനൊരു നേഴ്സായി മാറി എന്ന്. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മ, ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഇതുപോലെ എന്റെ പേരൻസ് ഡോക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ അറിയാമല്ലോ, 2 ഡോക്ടേഴ്സ് ആയവരുടെ മക്കളെല്ലാം ഡോക്ടേഴ്സ് ആയിക്കൊണ്ട് ഇത് ജാതി വ്യവസ്ഥയുടെ ഒരു പുതിയ വേർഷനാണ്. അപ്പൊ എന്റെ ചേട്ടൻ ചാടിക്കേറി വലിയ ഡോക്ടർ അവനൊക്കെ പുറപ്പെട്ടു. എനിക്കെപ്പോഴും ഒരു സ്കെപ്റ്റ്, ഞാനായിരുന്നു വീട്ടിലെ പഠിക്കാൻ കുറച്ചുകൂടി ഭേദപ്പെട്ടെ. അപ്പൊ ഞാൻ അപ്പൊ എന്തിനു ഡോക്ടറാണ്? അതിപ്പോ നമുക്ക് സേവിക്കാം. അന്നത്തേക്ക് ഒരു ഡയലോഗാണ്, നമുക്ക് ജനങ്ങളെ സേവിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിച്ചു, ജനങ്ങളെ സേവിക്കാൻ നേഴ്സുമാരല്ലേ കുറച്ചും കൂടി സേവിക്കുന്നത്? നമ്മള് സേവനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ നേഴ്സ് ആയാലും എന്താ നോക്കിയപ്പോ, നേഴ്സ് ആവുമ്പോ കുറെ കൂടി കൊള്ളാം. നമ്മള് കുട്ടികളെ നമ്മൾ ശരിക്കും മനുഷ്യർ തൊടുകയും, മറ്റേത് വന്ന് ഇങ്ങനെ കുഴൽ വെച്ച് നോക്കും പോകും. അന്നൊക്കെ ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, ഇപ്പൊ എല്ലാം ഇമേജിങ് ആയിരിക്കും. മറ്റേത് ഈ കുഴൽ വെച്ച് തൊടുന്ന പോലെ നമുക്ക് തോന്നുന്നത് ഇതിങ്ങനെ തൊടുന്നല്ലേ ഉള്ളൂ എന്നാ നമുക്ക് തോന്നുന്നു. അപ്പൊ നേഴ്സുമാർ അങ്ങനെയല്ല, ഇവരുടെ കൂടെ ഇരിക്കും, സംസാരിക്കും. ഹ്യൂമൻ പ്രസൻസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നേഴ്സുമാർ വഴി ഉണ്ടാവുന്ന ഒരു ഹ്യൂമൻ പ്രസൻസ് ഗിവിങ്. അപ്പൊ എനിക്ക് അന്നൊന്നും ഞാൻ തീരെ ചെറുതാണ്, ബട്ട് നൗ ഐ റിയലൈസ് വൈ ഐ തോട്ട് ദാറ്റ് വാസ് മോർ അട്രാക്റ്റീവ്, ബിക്കോസ് ദാറ്റ് ഓൾസോ ഇൻവോൾവ്സ് ഹ്യൂമൻ പ്രസൻസ്. സോ അയ്യോ അത് വേണ്ട, അതൊന്നും വേണ്ട, അതിനൊന്നും നോക്കണ്ട, നേഴ്സിംഗ് ഒന്നും പഠിക്കാൻ പറ്റില്ല. അത് ഈ ഒരു ഇതുകൊണ്ടാണ് ഈ ഒരു സംഗതി. അപ്പോ ഈ ഹൈറാർക്കി അത് ആ ഒരു ചരിത്രം പഠിക്കുന്നതാണ്. കാരണം ഈ ഹൈറാർക്കി മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റില് ഈ കെയർ ഗിവിങ്, ഹ്യൂമൻ പ്രസൻസ് അടക്കമുള്ള കെയർ ഗിവിങ്ങിന് തള്ളി 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 നീക്കി ഒരു മൂലയിലാക്കിയതിന്റെ അതിനോടുള്ള വലിയൊരു പ്രതിഷേധം കൂടിയാണ് ഈ ആശാ വർക്കർമാരുടെ സമരത്തിൽ പ്രത്യക്ഷമായത്. ഇപ്പൊ ആശാ വർക്കർ കെയർ വർക്കറാണെന്ന് പറയുമ്പോൾ എനിക്ക് ഇടതുപക്ഷത്തുള്ള നമ്മുടെ പല ബുദ്ധിജീവികളും എന്ത് കെയറാണ് അവർ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് പൊട്ടിച്ചിരിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവർ ഹ്യൂമൻ പ്രസൻസിനെ കെയർ ആയിട്ട് കണക്കാക്കുന്നില്ല. അപ്പൊ ഹ്യൂമൻ പ്രസൻസിന്റെ പ്രോക്സിമിറ്റിയാണ്. നമ്മൾ അവിടെ ഈ സമരസ്ഥലത്ത് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എത്ര വീടുകളിൽ നിന്ന് വിളി വരുന്നതെന്നറിയും. മോള് ഇത്തവണ വരുന്നില്ലേ, മോള് വന്നില്ലല്ലോ, എത്ര ആഴ്ചയായി. വയസ്സായവരെ വിളിക്കുന്നതാണ്. ഈ വയസ്സായവര് ചെന്ന് കണ്ട് മരുന്ന് കൊടുക്കൽ മാത്രമല്ല അവർ ചെയ്യുന്നത്, അവരവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഈ വയസ്സായവർക്ക് പലപ്പോഴും സംസാരിക്കാനും ഈ ശാരീരികമായ ശാരീരികം മാത്രമൊന്നുമല്ല കേട്ടോ, മരുമോളെ പറ്റിയുള്ള കുറ്റം, മക്കളെ പറ്റിയുള്ള കുറ്റം, അല്ലെങ്കിൽ അവർ കണ്ട സിനിമ, എന്തെല്ലാം അവർ പറയുന്നത്, അവർ പണ്ട് കണ്ട സിനിമ,
ഈ കഥയൊക്കെ പറയാന് പിന്നെ ഇങ്ങനെ പറഞ്ഞ പോലെ അവരുടെ ശാരീരികമായ ആദിവ്യാധികളെ പറ്റിയൊക്കെയുള്ള ആങ്സൈറ്റീസും വിഷമങ്ങളും ഒക്കെ പറയാനുള്ള ഒരാളാണ് ഈ ആശാ വർക്കർ. അപ്പൊ അങ്ങനെയുള്ള അത് കെയർ അല്ല എന്ന് പറയുന്നത് എന്താർത്ഥത്തിലാണ്? അത് ശരിക്കും ഈ കേരളത്തിലെ പബ്ലിക് ഹെൽത്തിന്റെ അകത്ത് ഇന്നും നിലനിൽക്കുന്ന വളരെ എന്താ പറയാ കൊളോണിയൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഹൈറാർക്കിയുടെ പ്രതിഫലനമാണ് അത്. അപ്പൊ ഇതിനെ അണ്ടർവാല്യൂ ചെയ്യുക. ഒരു വശത്ത് പറയുമ്പം ആശാവർക്കർമാർ അതിനെ രണ്ട് രീതിയിലാണ് പ്രതിരോധിച്ചത്. ഒന്ന്, ഞങ്ങള് അത് മാത്രമല്ല ചെയ്യുന്നത്, ഞങ്ങൾക്ക് കുറെ ട്രെയിനിങ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള വർക്കാണ്, കെയർ മാത്രമല്ല എന്ന ഒരു ലൈൻ ഓഫ് ഡിഫൻസ്. പക്ഷെ അങ്ങനെയല്ലാതെ പിന്നീട് അവർ ഓപ്പൺ ആയിട്ട് അത് പറയാൻ തുടങ്ങി. അങ്ങനെ മരുന്ന് മാത്രം കൊടുത്താലൊന്നും രോഗം മാറില്ല, കുറച്ച് സ്നേഹം കൂടി കൊടുക്കണം. അപ്പൊ അതിനെ കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആ കെയറിന്റെ ഒരു തെറപ്യൂട്ടിക് വാല്യൂ, അതായത് ഈ ഹ്യൂമൻ പ്രസൻസ് ആസ് കെയർ, അതിന്റെ തെറപ്യൂട്ടിക് വാല്യൂ അവർ ഊന്നാൻ തുടങ്ങി. അങ്ങനെ എനിക്കൊന്ന് ഒരുപാട് സമയമായി. ഇതിപ്പം 4ാമത്തെ ഒരു തീമാണ്. പിന്നെ 5ാമത്തെ തീം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് സോഷ്യൽ ബോണ്ടിങ് എന്നുള്ള നിലയ്ക്ക് കെയർ എന്തായി. പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠിക്കലൊക്കെ നമ്മൾ വൈകുന്നേരം നടക്കാനൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങൾ ഈ പഠിക്കലിരുന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പേൻ നോക്കുന്നൊക്കെ കാണാം. അവരെ ഓടിച്ചു വിടും. സന്ധ്യാസമയത്ത് ഇങ്ങനെ കൂടി ഇരുന്ന് പേൻ നോക്കരുത്, പറഞ്ഞു അതൊരു അശ്ലീകരമാണെന്നൊക്കെ പറയുന്ന രീതി ഉണ്ടായിരുന്നു. സോ ഈ ഫിസിക്കൽ കെയർ നമ്മുടെ ഒരു സാമൂഹ്യ സമതലത്തിൽ എങ്ങനെയാണ് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കെയർ ഓഫർ ചെയ്യുന്നത്, അതിന്റെ രീതികൾ മാറിയിട്ടുണ്ടോ, അത് അറിയേണ്ടത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ ഈ മനോരോഗത്തിന്റെ ചെറിയ കുട്ടികളിൽ പോലും നമ്മൾ കാണുന്ന വർദ്ധിച്ചു വരുന്ന മാനസിക പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ what has happened to social bonding practices of care, which had this kind of everyday therapeutic effect and health, mental health building effect ഉണ്ടായിരുന്ന ആ പ്രാക്ടീസസിന് എന്ത് സംഭവിച്ചു നമ്മൾ പഠിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ, കുട്ടികളെ നമ്മൾ വളർത്തുന്നതിലെ കെയറിങ് പ്രാക്ടീസസിനെ കുറെ കൂടെ എന്താ പറയാ ഈ പറഞ്ഞ ഒരു അൺകൺവെൻഷനലായ രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് ഒരു പക്ഷെ കെയർ പ്രാക്ടീസ് ആയിട്ട് പണ്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇപ്പം നമ്മൾ അംഗീകരിക്കണം. കാരണം ഈ മാനസികമായ ഒരു തരം ഇമാജിനേഷൻ ആയാലും എന്താ പറയാ മെറ്റഫർ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതൊക്കെ വലിയ മനോരോഗത്തിൽ ചെന്ന് കലാശിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ so I'm stopping here. I'm really sorry for having taken so much time. So thank you very much. ഹലോ ടീച്ചറെ കേൾക്കാവോ? ഹലോ ഹലോ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കുറച്ചൊന്ന് ഉറക്കെ പറയണേ. വളരെ ഫെയിന്റ് ആയിട്ട് കേൾക്കുന്നുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് ഉണ്ടെങ്കിൽ അതില് എഴുതിയാലും മതി. ചോദ്യങ്ങളുണ്ട് ടീച്ചറെ. നമ്മളെ ഹലോ ഉറക്കെ പറയാം. ടീച്ചറെ, നമ്മള് ഈ ജാതി ഈ കെയർ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രാക്ടീസിൽ ജാതി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പൊ കേരളത്തിൽ ഉൾപ്പെടെ കടന്നു വന്നിട്ടുള്ള ഇപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി, ഇവരുടെ ഇന്റർവെൻഷൻ നമ്മുടെ കെയർ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രാക്ടീസിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സോഷ്യൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ ചില ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്, അതായത് ഇപ്പോ ഒരു ഉന്നത ജാതി എന്ന് വിളിക്കുന്ന കുറെ സമൂഹങ്ങള് അവർക്ക് ഈ മിഡ് വൈഫ് ആയിട്ട് വരുന്ന കെയർ വർക്കേഴ്സ് ആയിട്ട് വരുന്ന ആളുകളെ
ടച്ച് ചെയ്യുന്നത്, അവരുടെ ആളുകളെ ടച്ച് ചെയ്യുന്നതിൽ ഈ പ്യൂരിറ്റിയുടെ ഒക്കെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിന്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് പലപ്പോഴും ഉണ്ടാവാറുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിഭാഗങ്ങളാണ് എന്നുള്ള നിലയിൽ ഒരു ടോക്ക് പലപ്പോഴും കേൾക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ കാസ്റ്റിന്റെ ഒരു ബാരിയറിനെ മറച്ചു പിടിക്കാൻ പുതിയ മതങ്ങൾ, അവരുടെ മിഷണറിമാർ ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതുപോലെ എവിടെയാണ് നമ്മൾ ഇപ്പോ ഈ ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പല സ്ഥലങ്ങളിലും അവരെ അഡ്രസ് ചെയ്യുന്നത് ഒരു വളണ്ടറി ജോബ് എന്ന നിലയിൽ അല്ലെങ്കിൽ വളണ്ടറി വർക്ക് എന്നുള്ള നിലയിൽ അഡ്രസ് ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പൊ പഴയ ആളുകളുടെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒസാത്തിമാര് ഇവരൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സാധനമുണ്ട്. ഇവർ വീട്ടിലേക്ക് വരുമ്പോൾ അവർ പറയാറുള്ള കാര്യം, അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ വീട്ടിലെ 4 തേങ്ങ ഉണ്ടെങ്കിൽ അതിലൊരു തേങ്ങ, വീട്ടിൽ അരി കൊടുക്കുക, ഇങ്ങനെ അവരുടെ വർക്ക് എന്നുള്ളതിന് ഒരു വർക്കിന് പേ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും കൊടുത്തു വിടുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു വിടുക എന്ന് പറയുന്ന ഒരു കൾച്ചറാണോ പിന്നീട് ഇപ്പോ വന്ന ആശാവർക്കർമാരെ വരെ ഇതൊരു വളണ്ടറി ജോബാണ്, അവർക്ക് കാര്യമായ രീതിയിൽ അവരെടുക്കുന്ന തൊഴിലിനെ തൊഴിലായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്നുള്ള ഡിസ്കഷനിൽ ഈ ഒരു പ്രാക്ടീസിന്റെ തുടർച്ചയാണോ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ടീച്ചർ, എന്റെ പേര് സുഹൈൽ എന്നാണ്. അത് ഒന്ന് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ദീസ് ആർ പൊട്ടൻഷ്യൽ തീംസ് ഫോർ റിസർച്ച്. അപ്പൊ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു മറുപടി റിസർച്ചിൽ നിന്ന് ഇനി വരണം. ഇപ്പൊ എനിക്ക് ചുറ്റും കാണുന്ന, ഞാൻ വായിച്ചിട്ടുള്ള സംഗതികളിൽ നിന്ന് കണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് എന്തെങ്കിലും ഈ ഒരു വിഷയത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ ഇത്തരം തീംസ് ഒക്കെ ആയിരിക്കും പ്രധാനമാവുക എന്നുള്ളതാണ് ഞാൻ പറയാൻ നോക്കുന്നത്. അപ്പൊ ഈ മുസ്ലിം സമുദായത്തിന്റെ കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കാര്യം എവിഡന്റ് ആണ്. മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലും ജാതി, അതിനെ സ്ട്രക്ചർ ചെയ്തതിൽ കേരളത്തില് ജാതി ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. പ്രത്യേകിച്ച് ഈ ഫിസിക്കൽ കെയർ ഗിവിംഗ്, ഈ പറയുന്ന പോലെ ഈ ബാർബർ ജോലിയൊക്കെ അവരുടെ ഇടയിൽ ഒരു ഉപജാതിയായിട്ട് തന്നെ ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഈ ഒസൻ എന്ന് പറഞ്ഞ ആ കൂട്ടർ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അവർക്ക് നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ തന്നെ വളരെ കറക്റ്റ് ആണ്. കാരണം അതും ജാതി ടേംസിലാണ്, അതായത് ഈ നമ്മൾ പറയില്ല സാധനമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതായത് വേജ് അല്ല കൊടുക്കുന്നത്. അതിൽ നിന്നൊക്കെ സ്വയം മാറി. ഇപ്പൊ കേരളത്തിലെ ഈ ബാർബർ എന്ന് പറയുന്ന വിഭാഗം ആണുങ്ങൾ ചെയ്തിരുന്നത്. ബ്യൂട്ടി പാർലർ വളരെ പിന്നീടാണ് വന്നതെന്ന് ഓർക്കണം. ബ്യൂട്ടി പാർലറിലേക്ക് വന്നത് ആരാണ്? അവരല്ലല്ലോ, ആ ജാതിയിലുള്ള സ്ത്രീകളല്ല വന്നത് മിക്കവാറും നവവരേണ്യ സമുദായക്കാരായ സ്ത്രീകളാണ്. അപ്പൊ ആ ഒരു വർക്ക് പിന്നീട് പൊതുവിലേക്ക് പോവുകയും അത് വേജായി മാറുക മാത്രമല്ല, പലപ്പോഴും ബാർബർ ഷോപ്പ് ഒരു പൊതുവിടമായിട്ട് മാറുകയാണ്. ആണുങ്ങൾ തമ്മിൽ ഒരു പ്രത്യേകതരം ഹോമോസോഷ്യൽ ബോണ്ടിങ് സാധ്യമാക്കുന്ന ഒരു പൊതുവിടമായിട്ട്, രാഷ്ട്രീയ ചർച്ചകളുടെയൊക്കെ സ്ഥലമായിട്ട് ബാർബർ ഷോപ്പ് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു കാര്യം. നമുക്ക് മുസ്ലിം സമുദായത്തെ കുറിച്ച് പറയുമ്പം മുസ്ലിം മാത്രമല്ല, ക്രിസ്ത്യൻ ആയാലും ഈ പൊല്യൂഷൻ നടക്കുന്നിടത്ത് ആ പൊല്യൂഷൻ റിമൂവ് ചെയ്യാനുള്ള പ്രസൻസ് ആയിട്ടാണ് ഇവരെ കുറിച്ച് പറയുന്നത്. പക്ഷെ അത് കെയർ ആണോ എന്ന് ചോദിച്ചാൽ അത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവരുടെ ജാതി ധർമ്മമായിട്ട് തന്നെയാണ്. ജാതി അത് കെയറുമായിട്ട് ഒരു ബന്ധമൊന്നുമില്ല. ഒരു റിച്വൽ, ആ ഒരു ആചാരത്തിൽ ആചാരത്തിന്റെ ഭാഗമാകുന്നു അവരെന്നുള്ളതാണ്. ഈ തീണ്ടൽ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു എണ്ണ വാങ്ങിച്ചാൽ മതി, അവര് കൊണ്ടുവരുന്ന എണ്ണ എടുത്താൽ മതി എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന പോലെ ആ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് മാറുന്നത്. ഈ ആചാരവും കെയറും രണ്ടാണ് കേട്ടോ. വളരെ വളരെ അത് രണ്ടും ഒന്നാണെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. വളരെ വ്യത്യാസം. പിന്നെ ഞാൻ പറഞ്ഞത് മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ ഈ സോഷ്യൽ കെയർ എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു ഭാഗമാണല്ലോ. ഭക്ഷണം കഴിക്കാത്തവരെ ഊട്ടുക, ഈ സാഖത്ത് എന്ന് പറയുന്ന പ്രാക്ടീസ് തന്നെ അതാണല്ലോ. കളക്റ്റീവായിട്ടുള്ള കെയർ, അത് എങ്ങനെയാണ് കേരളത്തിൽ ഇതിന് മുമ്പുണ്ടായിരുന്നത് എന്നുള്ളത്, ആധുനികതയ്ക്ക് മുമ്പുണ്ടായിരുന്നത്, ആധുനികതയിൽ അതെങ്ങനെ മാറി, അതൊക്കെ എനിക്കൊന്ന് പഠിക്കാവുന്നതാണ്. വലിയ ഈ ചാരിറ്റി എന്ന് പറയുന്ന അത് ചാരിറ്റിയായി മാറുന്നത് എങ്ങനെയാണ്? ചാരിറ്റി ആവുമ്പോഴേക്കും പിന്നെ അത് ഒരുപക്ഷെ ഓൾ ചാരിറ്റി ഈസ് നോട്ട് കെയർ. സോ ദാറ്റ്സ് എ പ്രോബ്ലം. അപ്പൊ മാത്രമല്ല, കെയർ ചാരിറ്റി എന്ന് പറയുന്ന ആ വ്യാപാരത്തിന്റെ ഉള്ളിൽ തന്നെ വരുമ്പം പെട്ടെന്ന് അതിന് അധികാരം അസമത്വം ഉള്ളിലായിക്കഴിഞ്ഞു. ചാരിറ്റി ഈസ് ഇൻഹെറന്റ്ലി ആൻ ആക്ട് ഓഫ് പവർ. അപ്പൊ മുസ്ലിം ചാരിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നുന്നു അതിലൊരു കോൺട്രഡിക്ഷൻ ഇൻ ടേംസ് ഇല്ലേ. ഇസ്ലാം
is not talking about charity. It is talking about social care. I mean, whatever I've read of little I've read of Islamic thought. Actually on the ground, of course, എല്ലാം ചാരിറ്റി ആയിട്ട്, രാജാക്കന്മാരുടെ ചാരിറ്റി എല്ലാം ചാരിറ്റി ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അധികാര ബന്ധങ്ങൾ ഇങ്ങനെ പച്ചയ്ക്ക് നിൽക്കുന്നു. അപ്പൊ സുഹൈൽ അതാണ് പഠിക്കേണ്ടി വരിക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇസ്ലാമിൽ ജാതി ഇല്ലെന്നോ അല്ലെങ്കിൽ ഈ അവര് ഇസ്ലാമായാലും ക്രിസ്തുമതമായാലും ഇത് ആചാര വ്യവസ്ഥയുടെ ഭാഗമല്ലായിരുന്നു ഒന്നല്ല പറയുന്നത്. ആചാരപരമായ അവരുടെ ഇടപെടല് എന്തായാലും കെയർ അല്ല, അതൊന്നും കെയർ ആയിരുന്നില്ല. ക്വാളിഫൈ ടു ബി കെയർ. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ആശാ വർക്കർമാരുടെ. അതെ, തീർച്ചയായിട്ടും. കാരണം നേരത്തെ പറഞ്ഞ പോലെ മെറ്റേണൽ കെയർ ഗിവിങ്, വീട്ടിന്റെ ഉള്ളിൽ അമ്മ കാശ് മേടിക്കാതെ നടത്തുന്ന ആ കെയർ ഗിവിങ് ആണ് ഉത്തമ കെയർ ഗിവിങ്. സാമ്പത്തികമായ അത് സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം വേണ്ട. കാശ് മേടിക്കാതെ മുഖം പഠിച്ചു തരുന്ന ബാർബറുടെ പണി മാത്രമാണ് ഉത്തമ ബാർബർ വർക്കെന്ന് നമ്മൾ ആരെങ്കിലും പറയുന്നു? ഇല്ലല്ലോ. പുരുഷന്മാര് നടത്തിയിരുന്ന കെയർ ഗിവിങ് ആണ്. അത് സർവീസായി മാറി. അതിന് കാശ് മേടിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവരുടെ ആവുമ്പോ അങ്ങനെയല്ല. ഇവര് അത് സ്ത്രീകളുടെ ചെയ്യുമ്പോഴാവുമ്പോ, സ്ത്രീകൾ ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, തുണി നനയ്ക്കുക, അതൊക്കെ അവിശ്വാസമാണ്. അതൊന്നും ശരിയാവില്ല. അഴുക്കുവെള്ളത്തിൽ കൊണ്ടുപോയി നനയ്ക്കുമായിരിക്കും, ആർക്കറിയാം. ഇങ്ങനെയൊക്കെയുള്ള തരം ഒരു അവിശ്വാസവും അറപ്പും അതിൽ നിന്ന് വരുന്ന ഡീവാല്യൂഷൻ, ദാറ്റ്സ് വെരി മച്ച് there. അതാണ് കേട്ടോ. മിസ് ടീച്ചർ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? നമ്മുടെ ഈ മെറ്റേണൽ കെയറുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മുടെ നാടുകളില് മുൻപ് ഈ തൊഴിലെടുത്തിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇപ്പൊ അവര് പ്രത്യേക ജാതിയിൽ നിന്ന് വരുന്ന, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒസാത്തി അങ്ങനെയുള്ള വിഭാഗങ്ങളിൽ പെട്ട ആളുകൾ, ഇങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആളുകളാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പക്ഷെ ഇപ്പോ ഈ ഒരു ഈ പോസ്റ്റ് മോഡേൺ പീരീഡിനകത്ത് ഈ പോസ്റ്റ് നെറ്റൽ കെയർ ക്ലിനിക് സ്ഥാപനങ്ങളുടെ വളരെ വലിയൊരു വളർച്ച കേരളത്തിൽ ആകെ കാണുന്നുണ്ട്. അപ്പൊ അത് വരുന്ന സമയത്ത് ഇത് പൂർണ്ണമായിട്ടും ഇതിനൊരു മോണിറ്റൈസ് ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യം കൂടെ അതിനകത്ത് വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ജാതി എന്ന് പറയുന്ന സംഗതി മാറി അവിടേക്ക് ഒരു ക്ലാസ് എന്നുള്ള നിലയിലേക്ക് ഇത് മാറുന്നുണ്ട്. അവിടെ തൊഴിലെടുക്കാൻ പോകുന്ന ആളുകൾ ജാതി എന്നുള്ള നിലയിൽ മാറിയിട്ട് അതൊരു ക്ലാസ് എന്ന നിലയിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളത്? ജാതി ഇപ്പോഴും വളരെ ഇതാണ് കേട്ടോ. ഈ പ്രത്യേകിച്ചും ഈ ഇന്റിമേറ്റ് ടച്ച് ആവശ്യപ്പെടുന്ന, അതായത് ഇപ്പൊ ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള കുളിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിനൊക്കെ കഴിവതും സ്വന്തം ജാതിയിലുള്ളവരെ മാത്രം വിളിക്കുന്നവരെ എനിക്കറിയാം. അതിപ്പം പല സ്ഥലത്തും അത് നമ്മുടെ ഈ ഏജൻസീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് പലപ്പോഴും ഇംപ്ലിസിറ്റ് ആയിട്ട് മാച്ച് ചെയ്യും. അങ്ങനെയുണ്ടല്ലോ, മേൽജാതിക്കാരെ മാത്രം മേൽജാതിക്കാരുടെ വീട്ടിലേക്ക് വിടും, അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതികളുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിങ്ങിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക തരത്തില് സെക്യുലറൈസ് ചെയ്യും. അതായത് ഈ ഉന്നത ജാതിക്കാരുടെ നോംസിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ്, എങ്ങനെ ചേർന്ന് നിൽക്കണം, സാരി ഉടുക്കുന്ന തോളയില് സാരി ഉടുത്തോണ്ട് നിൽക്കണം. സേവയുടെ തന്നെ ട്രെയിനിങ്ങില് വീട്ടിൽ നിൽക്കുമ്പോൾ സാരി ഉടുത്തിരിക്കണം, വെള്ള സാരി പിൻ ചെയ്ത് ഉടുത്തിരിക്കണം. കാരണം യു ഹാവ് ടു ലുക്ക് ലൈക്ക് എ പ്രൊഫഷണൽ. അതെ, അപ്പൊ ഹൗ ഡു യു ലുക്ക് ലൈക്ക് എ പ്രൊഫഷണൽ? ബൈ കൺഫോമിങ് ടു ദ നോംസ് ഓഫ്. അത് മുണ്ടും കൈലിയും ബ്ലൗസും തോർത്തു ഇട്ടുകൊണ്ടൊന്നും നിൽക്കരുത്. അപ്പം എന്നിട്ട് സേവനൊക്കെ ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ടാവുമായിരുന്നു പണ്ടൊക്കെ. അതായത് പോയി നോക്കും വീട്ടിൽ ഈ യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ടോ. യൂണിഫോം ഒന്നും ഇടാതെ കൈലിയും തോർത്തും ബ്ലൗസും ഒക്കെ ഇട്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് വാർണിംഗ് കിട്ടും. അങ്ങനെയൊക്കെ. അപ്പൊ ദിസ് ഇസ് ട്രൂ. അപ്പൊ ഈ ഇത്തരം എന്താ പറയാ പോസ്റ്റ് ഡേറ്റൽ കെയർ ഒക്കെ ഒരു വശത്ത് മോണിറ്റൈസ്ഡ് ഒക്കെ ആവുന്നുണ്ടെങ്കിലും വളരെ ഇംപ്ലിസിറ്റ് ആയ രീതിയിൽ ജാതിയും അതിന്റെ നോംസും അതിൽ നിന്ന് ഉളവായി വരുന്ന ജെൻഡേർഡ് എക്സ്പെക്ടേഷൻസ് പിന്നെ ഉൾച്ചേരുന്നുണ്ട് ഇപ്പോഴും. താങ്ക് യു ടീച്ചർ. ചാറ്റിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്തോ ചാറ്റിലൊരു സി പാർവതിയുടെ ചോദ്യമുണ്ട്. ബുക്സ് ആൻഡ് പേപ്പേഴ്സ് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. പക്ഷെ ആ ഫാറ്റിക് ലേബർ എന്ന് പറഞ്ഞിട്ടൊരു ഫാറ്റിക് ലേബർ, അതായത് ഈ
സ്ത്രീകൾ തമ്മിൽ ഇൻഫർമേഷൻ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ പറ്റിയിട്ട് അതിനെ ഒരു ലേബറിന്റെ ഫോമായിട്ട് കണക്കാക്കണം എന്ന് ആവശ്യപ്പെടുക ഒരു സംഗതി ഉണ്ട്. ദാറ്റ് മൈറ്റ് ബി എ ഗുഡ് പ്ലേസ് ഫോർ യു ടു സ്റ്റാർട്ട്. നോക്കട്ടെ, ഞാൻ let me just find something for you. ഞാൻ ജെ സ്റ്റോർ എന്നൊരു പേപ്പർ അയച്ചിട്ടുണ്ട്. അതിന്റെ ജൂലിയ എലിയച്ച് ആണെന്ന് പറഞ്ഞിട്ടൊരു ജൂലിയ ഇലിയഷാൽ അങ്ങനത്തെ ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ഉണ്ട്. അവര് മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയ ആണ് ഈ ഫാറ്റിക് ലേബർ എന്ന് പറയുന്നത്. അപ്പൊ ലോകത്ത് പല സ്ഥലത്തായിട്ട് അത് ചെയ്തിട്ടുണ്ട്. കേരളത്തിലത് ആരാണ്, എന്റെ കോ ഓതറാണ് അനാമിക അജയ്. അവരത് പഠിച്ചിട്ടുണ്ട്. അവരത് ഉപയോഗിച്ചിട്ടാണ് ഇതിനെപ്പറ്റി കുടുംബശ്രീയുടെ ഗ്രൂപ്പ് ഫോർമേഷനെ പറ്റി പഠിക്കുന്നതിൽ. മൈറ്റ് ബി ഗുഡ്, മൈറ്റ് ബി യൂസ്ഫുൾ ഫോർ യു. ഞാൻ ലെറ്റ് മീ ജസ്റ്റ് സെൻഡ് യു അല്ല, അവര് അതിനെ കാണുന്ന രീതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേറ്റീവ് ചാനൽസ് ഉണ്ടാക്കുന്നതാണ്. അതായത് റോഡോ ബ്രിഡ്ജോ ടെലിഫോൺ ലൈൻസോ ഒക്കെ ഉണ്ടാക്കുന്ന അത്ര തന്നെ പ്രധാനമായിട്ട് മനുഷ്യർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പൊ മനുഷ്യർ തമ്മിലുള്ള അപ്പൊ അതിന്റെ അടിസ്ഥാന അസംഷൻ എന്താന്ന് വെച്ചാൽ മനുഷ്യർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ഒരു അടിസ്ഥാന ഉപാധി ഈ കെയറിങ് ബന്ധങ്ങളാണെന്നാണ്. Seri, thanks, Dr. Devika. Thanks a lot. Close here. Thank you. I hope this was useful. We're leaving now. Have a good time. Maybe.